നമ്മുടെ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ സിലബസിനകത്ത് അതിപ്പം DMEയുടെ ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ JSOയുടെ സിലബസ് ആയിക്കോട്ടെ ഏതൊരു സിലബസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് അധികം നാളുകളായിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ MLTയുടെ ഒക്കെ സിലബസിന്റെ പാർട്ടായിട്ട് MLTയുടെ സിലബസിന്റെ പാർട്ടായിട്ട് കുറച്ച് കാലങ്ങളായി നമ്മൾ റേഡിയോ ഇമ്മ്യൂണോ അസ്സേ എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് നമ്മളെല്ലാവരും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. സോ എനിവേ അത് മാത്രമല്ല ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്നത് നമ്മൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സും കുറച്ച് കെമിസ്ട്രിയും ദെൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ പഠിക്കാനായിട്ടുണ്ട്. RIയുടെ പ്രിൻസിപ്പിൾ ഒന്നും നിങ്ങളോട് ആരോടും ചോദിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് സം അതർ തിങ്സ് ആർ ദയർ ഇൻ എവറി ടോപ്പിക്. അതാണ് നമ്മൾ പഠിക്കുന്നത് ഇൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻസ്. സോ ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി 1800കളുടെ അവസാനം തുടങ്ങി കണ്ടെത്തി അതിന്റെ 1900ന്റെ ഇനീഷ്യൽ ഏരിയയിൽ അങ്ങ് പടർന്ന് പന്തലിച്ച് 1940കളിൽ ഭീകരമായ പ്രശ്നങ്ങൾ വിതച്ച ഹിരോഷിമയും നാഗസാക്കിയും കടന്ന് മുന്നേറി വന്ന് അതിനുശേഷം ശീതയുദ്ധത്തിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയനിലൂടെ മുന്നേറി എഗെയിൻ ചെർണോബിലിലൂടെ പിന്നെയും ഒരു ദുരന്തം നമ്മളെ കാണിച്ചുകൊണ്ട് മുന്നേറിയ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണ് നമ്മുടെ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇന്ന് റേഡിയോ ആക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷനിലേറെ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും വരുന്ന കൂടംകുളം ആണവ നിലയവും മറ്റു കാര്യങ്ങളും ചെർണോബിലും ഫുക്കുഷിമയും അങ്ങനെയുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് മെയിനായിട്ട് വരുന്നത്. പക്ഷെ അതിനപ്പുറം ഒരു റിസർച്ച് മേഖലയിലും അതുപോലെ തന്നെ ക്യാൻസർ റിസർച്ച് ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഡയഗ്നോസ്റ്റിക് ഏരിയകളിലും ഒക്കെ റേഡിയേഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ റേഡിയേഷൻ? എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് DK? എത്ര ടൈപ്പ് DK ഉണ്ട്? ദെൻ എന്താണ് ഇതിന്റെ യൂണിറ്റുകൾ? ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ പറയുന്ന പോലെ വെള്ളത്തിന്റെ വോളിയം അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ലിറ്റർ ആണെങ്കിലും SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതുപോലെ ഒരുപാട് യൂണിറ്റുകളുള്ള ഒരു സംഭവമാണ് ഈ റേഡിയോ ആക്ടിവിറ്റി. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ ആൻഡ് ഇൻ ദി കേസ് ഓഫ് റിസർച്ച്. ആൻഡ് ദെൻ ഹൗ ടു ഡിസ്പോസ് റേഡിയോ ആക്ടിവിറ്റി. നമുക്ക് റെഡ് ഉണ്ട്, യെല്ലോ കാറ്റഗറി ഉണ്ട്, ദെൻ ബ്ലൂ കാറ്റഗറി ഉണ്ട്, ദെൻ വി ഹാവ് എ വൈറ്റ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ ഏതിലാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യും എന്ന് നമ്മൾ പറയണം. ദെൻ ദ ഫൈനൽ തിങ്, ഹൗ ടു ഡിറ്റക്ട് റേഡിയോ ആക്ടിവിറ്റി. റേഡിയേഷൻ ലീക്കേജ് ആകാം, ലാബിലെ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ഇമ്മ്യൂണോ അസ്സേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ ആയിരിക്കാം. അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും? ഇതെല്ലാം ചേരുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. വളരെ ചുരുങ്ങിയ ഒരു ടോപ്പിക്കാണ്. 1 മാർക്കിനാണ് DME ലാബ് ടെക്നീഷ്യൻ എക്സാമിനേഷന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാർക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1 മാർക്കിന്റെ ടോപ്പിക്കുകളാണ് മിക്കപ്പോഴും തന്നെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. 64 മാർക്ക് മേടിച്ച ഒരാളും 65 മാർക്കും തമ്മിൽ മേടിച്ച ഒരാളും തമ്മിൽ ഡിഫറൻസ് 50 റാങ്കുകളുടെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റേഡിയോ ആക്ടിവിറ്റി പോലുള്ള ടോപ്പിക്കുകൾ ഞാൻ പറയുന്നത് നേരെ വാ നേരെ പോ. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയയാണിത്. വേണമെങ്കിൽ ചോദിക്കാം, ബട്ട് നമ്മളത് പഠിക്കണം. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം സിമ്പിൾ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. ബട്ട് ഇത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിന്റെ ഞാൻ ഈ പറഞ്ഞ എല്ലാ പോർഷൻസിലൂടെയും കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അതോടുകൂടി നമ്മുടെ ആ 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിനെയും നമുക്ക് വളരെ ഇമ്പോർട്ടൻസോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ആരാണ് സ്ക്രീനിൽ വരയ്ക്കുന്നത് എന്ന് എനിക്കറിയില്ല. വരയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സോ എനിവേ വി ക്യാൻ സ്റ്റാർട്ട് ദ റേഡിയോ ആക്ടിവിറ്റി. സോ റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ബേസിക്സ് ഓഫ് ആറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ പഴയ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ പഠിച്ച അറ്റോമിക് സ്ട്രക്ചർ മൊത്തവും നമുക്ക് വേണ്ട. നമുക്ക് ആകെ വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ആറ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആറ്റത്തിന് സെൻട്രലി ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ ഡോട്ടുകൾക്കുള്ളിൽ കിടക്കുന്ന ഒരു ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിനകത്ത് 2 കമ്പാർട്ട്മെന്റുകൾ, ഒന്ന് പ്രോട്ടോണും 2 ന്യൂട്രോണും. പ്രോട്ടോൺ P പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ ഉള്ളത്. ന്യൂട്രോൺ N. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ ഏത് ചാർജ് ആയിരിക്കും? യു ക്യാൻ റെസ്പോണ്ട് ത്രൂ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, കേട്ടോണ്ടിരിക്കുകയല്ല, നിങ്ങൾ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ന്യൂട്രോണിന്
ഒരാളെ നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നു, നെഗറ്റീവ് അല്ല, ന്യൂട്രോൺ, ന്യൂട്രൽ ചാർജ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ചാർജ്, ഇറ്റ് ഹാവിംഗ് സീറോ ചാർജ്. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് 1+ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലസ് ചാർജ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആരായിരിക്കാം? ഒരു ആറ്റത്തിന്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് 2 ഘടകങ്ങൾ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും. ഇവ രണ്ടുമാണ് 2 ഘടകങ്ങളായിട്ടുള്ളത്. ഇനി ഇവിടെ ഭാരം തമ്മിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒരേ ഭാരമാണ്. ഓക്കെ. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇമാജിനറി ഓർബിറ്റില് കുറച്ച് ആൾക്കാർ കിടന്ന് ചുറ്റുന്നുണ്ട്. ഇമാജിനറി ഓർബിറ്റില് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ടേമാണ് ഇലക്ട്രോണുകൾ. ഈ ന്യൂക്ലിയസിന് ചുറ്റും കടന്നുന്ന ആ നെഗറ്റീവ് ചാർജ് ഒരു സാധനത്തിന്റെ പേരാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഇലക്ട്രോണിന്റെ വെയിറ്റ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ വെറും നെഗ്ലിജിബിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ വെയിറ്റ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതിൽ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? ഒരു ആറ്റത്തിന്റെ മാസ്, അറ്റോമിക് മാസ് ആരെയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും മാത്രമാണ് ഒരു ആറ്റത്തിന്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ സമ്മറി ഓഫ് ആറ്റം ഓർ അറ്റോമിക് കൺസെപ്റ്റ്. ഇത് നമുക്ക് വേണം, കാരണം ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ ഒന്നുകൂടി, ആറ്റം എല്ലാ മൂലകങ്ങളുടെയും ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആറ്റമാണ്, പക്ഷെ അതൊന്നും അല്ല. സോ ആറ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആറ്റത്തിന് ഒരു സെൻട്രൽ ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ എല്ലാ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 വസ്തുക്കൾ കൊണ്ടാണ്, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ കൊണ്ടും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾ കൊണ്ടും. ദെൻ ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ കിടന്ന് കറങ്ങുകയാണ്. ഇലക്ട്രോണിന് ചാർജ് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതിന്റെ ഭാരം പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ബേസിക്സ് ആകെ 3 പോയിന്റേ ഉള്ളൂ. അഗൈൻ ഐ ആം ആസ്കിംഗ്, എനി ഡൗട്ട്സ്? സോ നോ ഡൗട്ട്സ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആർക്കെങ്കിലും പെട്ടെന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 16 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 32. ഓക്കെ. അപ്പൊ 16 അറ്റോമിക് നമ്പർ ഉള്ള ഓക്സിജനില് 16 ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. നോ, ഇറ്റ് ഈസ് 8. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 അറ്റോമിക് നമ്പർ ഉള്ള ഓക്സിജന്റെ മാസ് നമ്പർ ആണ് ആക്ച്വലി 16 എന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഓക്സിജന്റെ മാസ് നമ്പർ ആണ് 16, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമ്മൾ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ പറ്റി പറഞ്ഞു. അപ്പോ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അതാണ് അതിന്റെ അറ്റോമിക് നമ്പർ. ദി അറ്റോമിക് നമ്പർ ഓഫ് ആറ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നൗ മാസ് നമ്പർ നമ്മൾ പറഞ്ഞു, മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നമ്പർ കൂട്ടുമ്പോൾ മാസ് നമ്പർ കിട്ടും. പ്രോട്ടോണുകളുടെ മാത്രം നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടും. സോ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8ഉം മാസ് നമ്പർ 16 ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്സിജനിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും? ഓക്സിജനിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും? ഞാൻ പറഞ്ഞ മറ്റൊരു ടേം, പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നു. അപ്പോ 8 ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ 16 എന്നാണ് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ 16 ആണ് ടോട്ടൽ മാസ് നമ്പർ, 8 ആണ് പ്രോട്ടോണുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? വളരെ സിമ്പിൾ, 8.
അപ്പൊ വളരെ സിമ്പിൾ ആയി, ഇതൊന്നും നമുക്ക് വേണ്ട. എങ്കിലും ഞാൻ പറയാൻ വരുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കാണപ്പെടുന്ന മെജോറിറ്റി ഓഫ് മൂലകങ്ങൾക്കും എലമെന്റിനും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. വളരെ സാറ്റിസ്ഫൈഡ്, ബാലൻസ്ഡ് ആയിരിക്കും. സോ ഫോർ മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സ്, naturally occurring elements, number of protons and the number of neutrons will be equal. Okay, that's a very important thing. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. An element having an atomic number of 8 and mass number of 16, ഇതേ സെയിം സാധനം തന്നെ. Then the question is, then what is the total number of protons in that atom? Atomic number of 8, mass number of 16. Then what is the number of protons in that atom? Answer is very simple. It is 8, because atomic number depends upon number of proton. So, ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമ്മൾ കുറെ നേരം കൂടി കുറെ നേരെ കെമിസ്ട്രി പറയാൻ തുടങ്ങിയിട്ട് റേഡിയോ ആക്ടിവിറ്റി എവിടെ? എന്നാൽ നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം മെജോറിറ്റി ഓഫ് എലമെന്റിനും ഈക്വൽ ആണെങ്കിലും ചില ആൾക്കാർക്ക് അത് ഈക്വൽ അല്ല. ഞാൻ ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നതിന് അത് തന്നെയാണ്. ഫോർ മോസ്റ്റ് എലമെന്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ഈക്വൽ, ബട്ട് ഫോർ സർട്ടൻ എലമെന്റ്സ് they do not have the same number of protons and neutrons in their nucleus, and that is where radioactivity comes. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ സ്റ്റെബിലിറ്റി, ഇറ്റ് ഇസ് സ്റ്റേബിൾ. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, ദ ആറ്റം ഈസ് അൺസ്റ്റേബിൾ. നേച്ചർ ഓൾവേസ് ലവ് സ്റ്റെബിലിറ്റി. അവയ്ക്ക് ഇഷ്ടം സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അൺസ്റ്റേബിൾ റേഡിയോ ഐസോട്ടോപ്പ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഞാൻ എടുക്കുന്നത് ട്രിഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. ട്രിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ തേർഡ് ഐസോട്ടോപ്പ് ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 3 സ്റ്റേറ്റ് ആണ് ട്രിഷ്യം. സോ നിങ്ങൾ കഴിഞ്ഞതിനെല്ലാം യെസ് നോ ഡൗട്ട് എന്ന് പറഞ്ഞല്ലോ. സോ ഇതിന്റെ മാസ് നമ്പർ 3 അറ്റോമിക് നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ട്രിഷ്യത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? It having an atomic number of 1 and a mass number of 3. അങ്ങനെയാണെങ്കിൽ ട്രിഷ്യത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? യെസ്, പ്രോട്ടോൺ നമ്പർ ഈസ് 1 ആൻഡ് ന്യൂട്രോൺ നമ്പർ ഈസ് 2. അതിന്റെ അർത്ഥം രണ്ടും ഈക്വൽ ആണോ? Is that equal? No, they are not equal. So nature love stability. അപ്പൊ അധികമുള്ളത് ആരാണ്? ഒരു ന്യൂട്രോൺ അധികം. ആ ന്യൂട്രോണിനെ വിഘടിപ്പിച്ച് പുറത്തേക്ക് കളയാനുള്ള ശ്രമം ആര് നടത്തുന്നു? ഈ ആറ്റം നടത്തുന്നു. ഇതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും വരാം. സോ നമുക്കറിയാം, നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള മെജോറിറ്റി ഓഫ് എലമെന്റ്സിനും സെയിം അറ്റോമിക് നമ്പറും സെയിം പ്രോട്ടോൺസും സെയിം ന്യൂട്രോൺസും ആയിരിക്കും. ബട്ട് ഫോർ സം അതേഴ്സ് ലൈക്ക് യുറേനിയം, പ്ലൂട്ടോണിയം, റേഡിയം, തോറിയം, ഇങ്ങനെയുള്ള കുറെ എലമെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി തന്നെ ഈ എലമെന്റുകൾക്ക് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തുല്യമല്ല. ദേ ആർ അൺസ്റ്റേബിൾ. അങ്ങനെ തുല്യമല്ലാതെ വരുമ്പോൾ അവ അധികമായിട്ടുള്ള വസ്തുക്കളെ കളയുന്നു, അല്ലെങ്കിൽ അധികമായിട്ടുള്ള വസ്തുക്കളെ വിഘടിപ്പിച്ച് കളയുന്നു. ഇപ്പൊ ഇവിടെ ന്യൂട്രോൺ ആണെങ്കിൽ ന്യൂട്രോണിനെ അത് ഡിസിന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യിക്കുമ്പോഴാണ് അവ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒരു ടേം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആറ്റം പഠിച്ചു, പ്രോട്ടോൺ പഠിച്ചു, ന്യൂട്രോൺ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാവുന്ന ടേമാണ് ഐസോടോപ്പ്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മൂലകത്തിന്റെ തന്നെ പല വെർഷൻസ് ആണ്. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറന്റ് മാസ് നമ്പറുമുള്ള വസ്തുക്കളെയാണ്, എലമെന്റുകളെയാണ്, മൂലകങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു എക്സാമ്പിൾ ഹൈഡ്രജൻ ആണ്. എവരിബഡി നോ, ഹൈഡ്രജനിലാണ് പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈഡ്രജനിലാണ്. ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. സോ ഹൈഡ്രജന് അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. രണ്ടാമത്തെ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡ്യൂട്ടീരിയം.
ഈ ഡ്യൂട്ടീരിയത്തിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡ്യൂട്ടീരിയം കേട്ടിട്ടുണ്ടോ? ഡ്യൂട്ടീരിയം, യെസ്, വിച്ച് ഇൻസ്ട്രുമെന്റ്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് dash 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 dash. What is dash? Fill the dash. Deuterium. It's not about colorimeter. It is spectrophotometer. Deuterium lamp നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ UV ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. So this is the way to study an objective examination. നമ്മൾ റേഡിയോ ആക്ടിവിറ്റി പഠിക്കുമ്പോഴും ഡ്യൂട്ടീരിയം കേൾക്കുകയാണെങ്കിൽ ഉടനെ അങ്ങോട്ട് ചാടിപ്പോയി ഒന്നത് റിവ്യൂ ചെയ്യുക. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. സോ ഡ്യൂട്ടീരിയത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അതിന് അതേ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും, പക്ഷെ ന്യൂട്രോൺസ് കൂടി, മാസ് നമ്പർ 2. ദാറ്റ് ഈസ് ഡ്യൂട്ടീരിയം. ആൻഡ് മൂന്നാമത് നമ്മൾ പഠിച്ചത് ട്രിഷിയം, വളരെ റയർ ആയിട്ടുള്ള എലമെന്റ്, നമ്മുടെ സ്പൈഡർമാനിൽ നമ്മുടെ ഒക്ടോപ്പസ് കൊണ്ട് കിടക്കുന്ന സാധനം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നോക്കുക, ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഈ മൂന്നിനും ഒരേ അറ്റോമിക് നമ്പർ. എന്നാൽ ഇവിടെ മാസ് നമ്പറോ, ഹൈഡ്രജൻ 1, ഡ്യൂട്ടീരിയത്തിന് 2, then ആർക്ക് 3, ട്രിഷിയത്തിന് 3. അപ്പൊ അത്തരത്തിൽ an element with same atomic number but having different mass number is known as isotopes. അത് പഠിച്ചിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം. The elements with the same atomic number and a different mass number is known as isobar, attobar, isotope, attotope. Okay, what will be your answer? Your answer have to be isotope. And now നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇത്തരത്തില് ചില ഐസോട്ടോപ്പുകൾ, ഈ ഡ്യൂട്ടീരിയം ഒന്നും അങ്ങനെ ശ്രമിക്കാറില്ല, ബട്ട് ട്രിഷിയം, അതുപോലെ യുറേനിയത്തിന് 235 അതിന്റെ മാസ് നമ്പർ, അതിന്റെ അറ്റോമിക് നമ്പർ 92. ഓക്കെ, വളരെ വ്യതിയാനമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ഐസോട്ടോപ്പുകൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവയുടെ മാസ് നമ്പറിൽ അമിതമായിട്ടുണ്ടാകുന്ന ന്യൂട്രോണിനെയോ പ്രോട്ടോണിനെയോ പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പുറന്തള്ളുന്നത് ആണ് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ. നോട്ട് ഓൺലി പോസിട്രോൺ, but it is also emits electrons too. That is in the case of beta decay. Positron emitting beta decay ഉണ്ട്, നമുക്കത് പഠിക്കാം. So that is also all about radioactivity. So isotope which is able to emit radioactivity is known as radioisotope. This is all an introduction, because ഞാൻ അങ്ങോട്ട് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകെയെ പറ്റിയിട്ടാണ്. ഷിബിത പറയുകയാണ് വോയിസ് കട്ടായി പോകുന്നുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണോ? നോ, ദാറ്റ്സ് ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് ആൻസർ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഷിബിത, യു നീഡ് ടു ഗോ ടുവേർഡ്സ് ബെറ്റർ നെറ്റ്വർക്ക് കവറേജ് ഏരിയ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകെയിലേക്ക് പോവുകയാണ്. സോ ദിസ് ഈസ്, ഞാനിത് ഒന്നുകൂടി പറയുന്നത് വളരെ ഡിലേ ആയിട്ട് വന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അത് പറയില്ല. ഓക്കെ, സമ്മറൈസേഷൻ ഉണ്ടാവും, ബട്ട് എനിവേ. സോ ആറ്റം, അപ്പൊ സമ്മറൈസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടി ഹെൽപ്പ് ആവണ്ടേ? അപ്പൊ നിങ്ങൾ കൂടി ഒന്ന് ജോയിൻ ചെയ്യൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആറ്റം ഈസ് ദി ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഓൾ എലമെന്റ്സ്. സോ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? The nucleus of an atom contains protons and neutrons. Atomic number denotes number of dash. Atomic number denotes number of dash. It is indicates number of protons. Now mass number it is a total number of protons and neutrons. And now for most of the elements, protons and neutron number is equal. But certain elements which having different mass number but having same atomic number is known as elements with the same atomic number but different mass number is known as isotopes. When isotopes for stability undergo various decaying process, disintegration process, they emit radioactivity. Such isotopes are known as radioisotopes. Then what is the third isotope of hydrogen? What is the third isotope of hydrogen? Tritium. So this is all about it. Do you have any doubts? Okay. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ഐസോട്ടോപ്പ്.
ആ നാച്ചുറലി ഒക്കറിങ് റേഡിയോ ഐസോട്ടോപ്പുകൾ വളരെ റയർ ആണ്. ഈ യുറേനിയം, പ്ലൂട്ടോണിയം, റേഡിയം പോലുള്ള സാധനങ്ങളാണ് നാച്ചുറലി ഒക്കറിങ് ഐസോട്ടോപ്പുകൾക്ക് എക്സാമ്പിൾ. അത് ന്യൂക്ലിയർ വാർഫെയറിലും മറ്റുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂവലിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അതൊന്നും നമുക്കെടുത്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് മെഡിസിനിൽ അത് യൂസ് ചെയ്യാൻ കഴിയാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുറേനിയം ഡീകേ ചെയ്ത് തീർണമെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങൾ എടുക്കും. അപ്പൊ അതിനെയൊക്കെ എടുത്തുകൊണ്ട് മെഡിസിൻ അല്ലെങ്കിൽ രോഗിയുടെ ശരീരത്തിലൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവത്തില്ല. സോ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഹാഫ് ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവുള്ള സാധനങ്ങളാണ് മെഡിക്കൽ യൂസിന് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് എലമെന്റ്സും നാച്ചുറലി സ്റ്റേബിൾ ആണ്. അപ്പൊ അതിൽ നിന്നും അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ ന്യൂക്ലിയസിനെ അൺസ്റ്റേബിൾ ആക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉപകരണം യൂസ് ചെയ്യും. അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വേണ്ടൂല. ആ ഉപകരണത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ജനറേറ്റ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളെ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സ്പെക്ട്രോഫോട്ടോമീറ്റർ, സൈക്ലോട്രോൺ, ബൊംബാട്രോൺ, വേറെ ഏതെങ്കിലും ട്രോൺ? വാട്ട് വിൽ ബി യുവർ ആൻസർ? ദി ആൻസർ ഈസ് സൈക്ലോട്രോൺ. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. സൈക്ലോട്രോൺ ഇസ് ദ ഡിവൈസ് that is used for generation of radioactive isotope. സൈക്ലോട്രോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിലേക്ക് വളരെ 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 വെലോസിറ്റിയിൽ ഒരു ഇലക്ട്രോണിനെയോ പ്രോട്ടോണിനെയോ കൊണ്ട് ഇടിപ്പിക്കുക എന്നുള്ളതാണ് സൈക്ലോട്രോൺ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്, ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദി നെയിം സൈക്ലോട്രോൺ. Cyclotron used for the generation of radioactive isotope. And now we are going to discuss about what are the 3 different types of radioactive decay. So, നമ്മുടെ റേഡിയേഷന്റെ റേഡിയോ ഐസോട്ടോപ്സ് ഡിസിന്റഗ്രേറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ആ ഡിസിന്റഗ്രേഷൻ 3 രീതിയിലേക്ക് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. നമ്പർ 1 ആൽഫ ഡീകേ, നമ്പർ 2 ബീറ്റ ഡീകേ, 3 ഗാമ ഡീകേ. ഈ ഡീകേ എന്ന് പറയുന്നത് ഡിസിന്റഗ്രേഷൻ ആണ്. ബിക്കോസ് ഓരോ തവണ ഈ പറയുന്ന പോലെ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ എമിറ്റ് ചെയ്യുമ്പോഴും ആ മൂലകം, ആ റേഡിയോ ഐസോട്ടോപ്പ് സ്വയം എരിഞ്ഞു തീരുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ആഡിങ് ദ ടേം ഡീകേ. ഓക്കെ, സോ നൗ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൽഫ ഡീകേ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നുള്ള കുറച്ചുകൂടി ഈ റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കയറുകയാണ്. സോ നമ്പർ 1 ഈസ് ആൻ ആൽഫ ഡീകേ. ആൽഫ ഡീകയെ പറ്റി പറയുമ്പോൾ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് പുറത്തേക്ക് ഒരു വികിരണം, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഒരു വികിരണം പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഒരു റേഡിയോ വികിരണം വേവ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ വേവിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൽഫ ഡീകേ എന്ന് പറയുന്നത്. സോ ആൽഫ ഡീകേ during disintegration radio isotope emits an alpha particle. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഹീലിയം ആറ്റത്തിന് തത്തുല്യമായിരിക്കും എന്നതുകൂടി പഠിക്കുക. അതായത് ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉമാണ്. സോ കൺസിഡർ എ മദർ മോളിക്യൂൾ. ഒരു മദർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക. എക്സ് എന്ന് പറയുന്ന മദർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക. അതിന്റെ അറ്റോമിക് നമ്പർ 5ഉം മാസ് നമ്പർ 10ഉമായിരുന്നു. നൗ ഇതൊരു ആൽഫ ഡീകേക്ക് വിധേയമായി. ഇറ്റ് ജനറേറ്റ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂക്ലിയസിൽ നിന്നും 2 പ്രോട്ടോണും 2 ന്യൂട്രോണും നഷ്ടമാകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വികിരണമാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ആൽഫ ഡീകേ ഉണ്ടാകുമ്പോൾ ഈ എലമെന്റിന്റെ മദർ എലമെന്റിന്റെ എന്ത് പറയുന്നു? മദർ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഡിക്രീസ്ഡ് ബൈ 2 ആൻഡ് മാസ് നമ്പർ ഡിക്രീസ്ഡ് ബൈ 4. സോ വൺ മോർ ടൈം, ദ ഫസ്റ്റ് ഡീകേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് an alpha decay. ആൽഫ ഡീകേ എന്ന് പറയുമ്പോൾ പ്രൈമറി എലമെന്റ് ഓർ മദർ എലമെന്റ്, ഈ മദർ എലമെന്റിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ആ എലമെന്റിന്റെ ന്യൂക്ലിയസിൽ നിന്നും ഒരു ഹീലിയം ആറ്റം പുറത്തു പോകുന്നതിന് തുല്യമാണ്. അതായത്
രണ്ട് ന്യൂട്രോണും 2 പ്രോട്ടോണും ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം മദർ മോളിക്യൂളിന്റെ അറ്റോമിക് നമ്പർ ഈ ആൽഫ ഡി കെക്ക് ശേഷം 2 കുറയുന്നു, മാസ് നമ്പർ 4 കുറയുന്നു. എനി ഡൗട്ട്സ്? ഓക്കെ, നോയുടെ ഇന്റൻസിറ്റി കുറയുമ്പോൾ എനിക്കറിയാം, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണത്തില്ല. അവിടെ ഒരാൾ ചോദിക്കുകയും ചെയ്തു, പ്ലീസ് റിപ്പീറ്റ്. സോ ആര്യശിശിരൻ, നമുക്ക് ഇത് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, റാദർ ദാൻ സ്റ്റഡിയിങ് ദിസ് ടൈപ്പ് ഓഫ് തിങ്. ആര്യശിശിരനോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 10 ആയിരുന്നു, അതൊരു ആൽഫ ഡി കെക്ക് വിധേയമായി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുതിയ അറ്റോമിക് നമ്പർ എത്ര എന്നുള്ളൊരു ചോദ്യമായിരിക്കും മെയിൻ ആയിട്ട് വരാൻ സാധ്യത. ആ ക്വസ്റ്റ്യനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ആൽഫ ഡി കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു മദർ എലമെന്റ് ഉണ്ടായിരിക്കും, പാരന്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ആ പാരന്റ് എലമെന്റിന് ഒരു അറ്റോമിക് നമ്പർ കാണും, ഒരു മാസ് നമ്പറും കാണും. ഇനീഷ്യലി ആൽഫ ഡി കെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന മദർ എലമെന്റിന്റെ പാരന്റ് എലമെന്റിന്റെ ന്യൂക്ലിയസിൽ നിന്നും 2 പ്രോട്ടോൺ നഷ്ടമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആര്യ, നമ്മൾ കുറച്ചു നേരം മുമ്പേ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ. ഒരു ന്യൂക്ലിയസിൽ നിന്നും 2 പ്രോട്ടോൺ നഷ്ടമാകുമ്പോൾ എവിടെയാണ് ആ നഷ്ടം ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത്? അറ്റോമിക് നമ്പറിലാണോ, മാസ് നമ്പറിലാണോ? ഒരു എലമെന്റിന്റെ ന്യൂക്ലിയസ്, അതിൽ നിന്ന് പ്രോട്ടോൺ നഷ്ടമാകുമ്പോൾ അത് ഏതിലാണ് അഫക്റ്റ് ആവുന്നത്? അറ്റോമിക് നമ്പറിലാണോ, മാസ് നമ്പറിലാണോ? രണ്ടിലും ഇത് വരും, പക്ഷെ മെയിൻ ആയിട്ട് വരുന്നത് അറ്റോമിക് നമ്പറിലാണ്. ബോത്തിലും വരും, ബട്ട് മെയിൻ ആയിട്ട് വരുന്നത് അറ്റോമിക് നമ്പറിലാണ്. അറ്റോമിക് നമ്പർ എത്ര കണ്ട് കുറയും? പ്രോട്ടോൺ നഷ്ടമാകുമ്പോൾ അറ്റോമിക് നമ്പർ 2 പ്രോട്ടോൺ നഷ്ടമാകുമ്പോൾ അറ്റോമിക് നമ്പർ 2 കുറയും. ഇനി ഇതേ ആൽഫ ഡി കെയുടെ സമയത്ത് നമ്മൾ പറഞ്ഞു 2 പ്രോട്ടോൺ മാത്രമല്ല 2 ന്യൂട്രോൺ കൂടിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് നമ്പറിന്റെ നഷ്ടം എത്രയായിരിക്കും? ടോട്ടൽ മാസിന്റെ നഷ്ടം എത്രയായിരിക്കും? 4. ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. അപ്പോ ഒരു ആൽഫ ഡി കെയുടെ സമയത്ത് ഒരു എലമെന്റിന്റെ ന്യൂക്ലിയസിൽ നിന്നും 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും നഷ്ടപ്പെടുന്നു. അതായത് മാസ് നമ്പർ 4 നഷ്ടപ്പെടുന്നു, അറ്റോമിക് നമ്പർ 2 നഷ്ടപ്പെടുന്നു. ഈ മാസ് നമ്പർ 4ഉം അറ്റോമിക് നമ്പർ 2ഉമായിട്ടുള്ള എലമെന്റ് ആണ് ഹീലിയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോകുന്നത് ഒരു ഹീലിയം ആറ്റം പുറത്തേക്ക് പോകുന്നതിന് തത്തുല്യമാണ്, ഇക്വലന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇതിൽ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ആ പാരന്റ് മോളിക്യൂളിന്റെ അറ്റോമിക് നമ്പർ 2 കുറയുന്നു, മാസ് നമ്പർ 4 കുറയുന്നു. ഒരു ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ആറ്റത്തിന് തുല്യമാണ്. എനി ഡൗട്ട്സ് നൗ? ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് ആൽഫ പാർട്ടിക്കിളിനുള്ളത്. ഇനി എങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിൾസ് ടിഷ്യൂവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിളില് ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ബീറ്റ പാർട്ടിക്കിൾ ഉണ്ട്, ഗാമ പാർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ acute radiation injury. It can demolish the human skin and muscle. So it's the most dangerous radiation particle എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഗാമ കൗണ്ടർ യൂസ് ചെയ്യുന്നത്, ആൽഫ കൗണ്ടർ. അതിന് വേറെ ഒരു റീസൺ കൂടിയുണ്ട്. ഇനി 2, ഇത്രയും ഡേഞ്ചർ ആണെങ്കിലും ഇതിന് പെനിട്രേഷൻ പവർ അധികമില്ല. അതായത് നമ്മൾ ഒരു അലുമിനിയം ഷീറ്റോ ഒരു നല്ല കട്ടിയുള്ള പേപ്പറോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾസിനെ മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. ബട്ട് ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ഇഷ്യൂ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടി പറയണ്ടേ?
സോ ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ആൽഫ ഡി കെയുമായിട്ട് ബന്ധപ്പെട്ട 3 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. എന്തൊക്കെയായിരിക്കാം ആ 3 മോഡൽ ക്വസ്റ്റ്യൻസ്? ഒന്നാമത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് equivalent to ബേസിക് കെമിസ്ട്രി, BSc ബയോകെമിസ്ട്രി. എന്തിന് ഇക്വലന്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ is equivalent to helium atom. It is equivalent to helium atom. And question number 2, an element uranium 235 with an atomic number 92 undergoes alpha decay. Then what will be the mass number of daughter nucleus? What will be the mass number of daughter nucleus? What will be the mass number of the 235 was the initial mass number. After alpha decay, it is minus by 4. The answer is 231, right? Okay. 3. All the following are properties of alpha decay except properties except option A, positively charged, B, equivalent to helium atom, option C, maximum penetration power, D, cause acute radiation injury. And the answer is option C, maximum penetration power, because it having lowest penetration power. Even we can block it by some sheets of paper. That's all about alpha decay. Is that clear? Can we go to beta decay? Alpha decay clear? ഇപ്പൊ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടില്ല ഇതുവരെ, ബട്ട് നിങ്ങളുടെ സിലബസിനകത്തുണ്ട്. സോ can be, there's a possibility. Moving on, beta decay. Now the beta decay. Beta decay കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഏറ്റവും എളുപ്പം ഗാമ ഡീക്കേ ആണ്. ഓക്കെ, ബീറ്റ ഡീക്കേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണ് ബീറ്റ ഡീക്കേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ എന്നാണ് ചോദിച്ചത് ഷിബിത. എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടോ? ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will take time. So ഒരു പക്ഷേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an alpha particle is equivalent to dash എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് helium atom. An alpha particle is equivalent to helium atom. Question number 2, uranium with a atomic number of 92 and a mass number of 235 undergoes alpha decay. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ഡോട്ടർ മോളിക്യൂളിന്റെ മാസ് നമ്പർ എത്ര എന്നുള്ളതാണ്. എത്ര ആയിരിക്കും ഷിബിത മാസ് നമ്പർ? What will be the mass number? 235 മാസ് നമ്പർ ആണെങ്കിൽ അതിൽ നിന്നും 4 കുറച്ചുകൊണ്ട് 231 ഇതിന്റെ മാസ് നമ്പർ ആയിട്ട് വരുന്നത്. അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് alpha decay except option A, it is positively charged, option B, it is equivalent to helium atom, option C, it is having maximum penetration power, and option D, it causes acute radiation injury. ഇതിൽ ഏതായിരുന്നു അതിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്നുള്ളതായിരുന്നു. ഇത് പോസിറ്റീവ്ലി ചാർജ് ആണ്, ഹീലിയം ആറ്റത്തിന് ഇക്വലന്റ് ആണ്, ബട്ട് ഇറ്റ് ഹാവിംഗ് ലോവസ്റ്റ് പെനിട്രേഷൻ പവർ ആൻഡ് ഇറ്റ് കോസസ് അക്യൂട്ട് റേഡിയേഷൻ ഇഞ്ചുറി. കറക്റ്റ് ആണ്. അപ്പോൾ മാക്സിമം പെനിട്രേഷൻ പവർ ഉണ്ടെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, എക്സെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ക്ലാസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ഡിസ്കഷനിലേക്ക് നിങ്ങൾ മാക്സിമം ഇൻവോൾവ് ആവുക. എന്നിട്ട് അതിനുശേഷം ഇതിന്റെ ക്വസ്റ്റ്യനും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ് റെക്കോർഡഡ് ക്ലാസ് കാണുകയും അതിന്റെ കൂടെ ഇരുന്ന് അത് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി ഒരുപാട് പേര് ഈ ഡിസ്കഷനിലൂടെയൊക്കെ പങ്കെടുക്കുന്നുണ്ട്.
ഇത് നാളെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദാറ്റ്സ് ബിക്കോസ് 1-2 തവണ കേട്ടാൽ മാത്രമേ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആവുകയുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ മാത്രമേ ന്യൂറൽ സെൽസ് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ക്ലാസ്സിൽ കയറിയിരുന്ന ആൻസർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എക്സാമിൽ കയറുമ്പോൾ ആൻസർ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പിറ്റേഷൻ ഇസ് ദി ഓൺലി വേ യു ക്യാൻ സ്റ്റോർ യുവർ മെമ്മറി. ഓക്കെ, അത് ചെയ്യുക, അതെല്ലാവരും ചെയ്യുക. ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നെങ്കിൽ ക്ലാസ് കേൾക്കുകയോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ എഴുതി വെക്കുന്ന പോയിന്റുകൾ 10 പോയിന്റ് ആണെങ്കിൽ പോലും ആ 10 പോയിന്റുകൾ പിന്നെയും അത് റിക്കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നോ യൂസ് ഓഫ് ടേക്കിംഗ് പാർട്ട് ഇൻ ക്ലാസ്. ആക്ച്വലി അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾവേസ് ട്രൈ ടു റിപ്പീറ്റ്. ഓക്കെ, ഇവിടുന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും പിന്നെയും പിന്നെയും മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പാട്ടുകളൊക്കെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. മറ്റു പല കാര്യങ്ങളും നിങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുപോലെ പഠനത്തിന്റെ കാര്യങ്ങൾ കൂടി മെമ്മറൈസ് ചെയ്യുക. മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ നൗ വി ഹാവ് ബീറ്റ ഡി കെ. ബീറ്റ ഡി കെയിലേക്ക് വരുമ്പോൾ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ഇവിടെ കുറച്ച് വ്യത്യസ്തമായ ഘടകങ്ങൾ, ഇവൻ ദോ ദി പിക്ചർ ഹാവിംഗ് ലോ ക്ലാരിറ്റി, നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബീറ്റ ഡി കെ 2 ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ പോസിട്രോൺ എമിഷൻ ബീറ്റ ഡി കെയെ പറ്റി സ്ട്രെസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാം. രണ്ടും കൂടി പഠിച്ച് കൺഫ്യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റ ഡി കെ, ദാറ്റ് ഈസ് ബീറ്റ മൈനസ് ഡി കെയെ ഏറ്റവും പ്രധാനപ്പെട്ട ബീറ്റ ഡി കെ ആയിട്ട് എടുക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബീറ്റ ഡി കെ ഓർ ബീറ്റ മൈനസ് ഡി കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ബീറ്റ ഡി കെയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വസ്തുവും റേഡിയോ ആക്റ്റീവ് ഡി കെയിലേക്ക് പോകുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈക്വൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി, അറ്റോമിക് നമ്പർ മാസ് നമ്പറും അല്ല, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇത് നമ്മുടെ എലമെന്റ് എക്സ് എന്നെടുക്കാം. എക്സ് എന്ന് പറയുന്ന ഈ എലമെന്റിന് 2 ന്യൂട്രോണുകളും 1 പ്രോട്ടോണും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്ര, ഇതിന്റെ മാസ് നമ്പർ എത്ര? ഈ എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്ര, മാസ് നമ്പർ എത്ര? സോ അറ്റോമിക് നമ്പർ ഈസ് 1 ആൻഡ് മാസ് നമ്പർ 3. ഓക്കെ, അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3. അപ്പൊ ഇവിടെ അധികം വന്നിരിക്കുന്നത് ആരാണ്? ഒരു ന്യൂട്രോൺ അധികം വന്നിരിക്കുന്നു. ഇനി ഈ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ഒന്നാണോ? ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ഒന്നാണ്. യെസ്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഹാവിംഗ് ദി സെയിം ചാർജ്. അപ്പൊ ഇവിടെ അധികമായി കിടക്കുന്ന ന്യൂട്രോൺ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, ന്യൂട്രോണിന് ഒരു ചാർജുമില്ല, 0 ചാർജ്. ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ഒരു പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ബീറ്റ ഡി കെ. ഇവിടെ ഡിസിന്റഗ്രേഷൻ നടക്കുന്നത് അധികമായിട്ടുണ്ടാകുന്ന ന്യൂട്രോണിലാണ്. ആൻഡ് ദാറ്റ് ന്യൂട്രോൺ will disintegrate into a positively charged proton and a negatively charged electron. That means no net charge. Actually, ഇത് കറക്റ്റ് അല്ലേ? ന്യൂട്രോണിന് ഒരു ചാർജും ഇല്ല. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ന്യൂട്രോൺ ആയി മാറില്ലേ? ഒന്ന് ചിന്തിക്കുക, തലച്ചോറ് ഉപയോഗിക്കുക. മാറില്ലേ? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിലേക്ക് നെഗറ്റീവ് ചാർജുള്ള എന്നാൽ മാസിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഒരു ഇലക്ട്രോൺ ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രോൺ ആയില്ലേ? കാരണം പ്രോട്ടോൺ ന്യൂട്രോണിന് ഒരേ മാസാണ്. സോ ഇറ്റ് ഈസ് ദെയർ. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂട്രോൺ സ്പ്ലിറ്റ് ആയി ഒരു പ്രോട്ടോണും ദെൻ ഒരു ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ വലിയ മാറ്റമൊന്നും, മാസിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. സോ എനിവേ, ഈ പറഞ്ഞ ഈ ഒറ്റ സെന്റൻസ്, ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഈ പറഞ്ഞതില് ആർക്കെങ്കിലും സംശയമുണ്ട്? കാരണം ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ സംശയിക്കാൻ. ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയി മാറുന്നു. ദ ഇന്റൻസിറ്റി ഓഫ് നോ ഈസ് 1 to 2 സെക്കൻഡ് ലാഗ് ഉണ്ട്. സോ എവിടെയോ എന്തൊക്കെയോ ഇല്ല, ആർക്കും സംശയമില്ല.
ഇല്ലേ? ഓക്കെ ഓക്കെ, ആർക്കും സംശയമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായി മാറി. സോ ഇതാണ് നമ്മുടെ എക്സിന്റെ ഡോട്ടർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഡോട്ടർ എന്ന് പറയുന്നത്. ഇപ്പോ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്ര? മാസ് നമ്പർ എത്ര? ഡോട്ടറിന്റെ അറ്റോമിക് നമ്പർ എത്ര? Atomic number is now 2 because 2 protons are there and mass number is same. Mass number is 3 same. So നിങ്ങൾ ഈ എൻറ്റയർ പ്രോസസ് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ കാണാപ്പാഠം പഠിക്കാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. In beta decay, atomic number increased by 1 and mass number remains same. In beta decay, atomic number remains same ആണോ? അല്ല. Atomic number increased by 1 and mass number remains same for both നമ്മുടെ parent nucleus and daughter. So that's a very important thing. അതിന് നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. So that's the most important thing. And രണ്ട്, what is the charge of beta particle? ഈ ഇലക്ട്രോൺ ആണ് ബീറ്റ പാർട്ടിക്കിൾ ആയിട്ട് എമിറ്റ് ചെയ്യുന്നത്. Now what is the charge of an electron? It is negative. So the charge of beta particle is negative. Charge of alpha particle is positive. So now going into how it affects human body. Again, acute radiation injury തന്നെയാണ് ബീറ്റ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആൽഫ പോലെ അത്രയും ഡേഞ്ചറസ് അല്ല. But it is again acute radiation injury cause ചെയ്യുന്നു. But again having low penetration power. But ആൽഫ പാർട്ടിക്കിളിനേക്കാളും പെനിട്രേഷൻ പവർ ഉണ്ട്. അലൂമിനിയം ഷീറ്റുകൾ വെച്ചിട്ടായിരിക്കാം ഇതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. പേപ്പറിനെയൊക്കെ മറികടക്കും. അലൂമിനിയം പോലുള്ള മെറ്റൽ ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. സോ സമ്മറൈസിങ് എ ബീറ്റ ഡീകേ. ഇൻ ബീറ്റ ഡീകേ ന്യൂട്രോൺ സ്പ്ലിറ്റ് ഇൻടു എ പ്രോട്ടോൺ ആൻഡ് എൻ ഇലക്ട്രോൺ. ഇതിന്റെ ഫലമായി ആ ഇലക്ട്രോൺ ബീറ്റ പാർട്ടിക്കിൾ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. Thus the charge of beta particle is negative. Number 2, because an additional proton is generated by removing neutrons and splitting neutrons, what happens? Atomic number increased by 1 while mass number remains same. Then it also causes acute radiation injury, but not as lethal as alpha particle. Then it is blocked by aluminum sheets. Now എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല, ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രം. സോ ദിസ് മോളിക്യൂൾ ദാറ്റ് ഈസ് ട്രിഷിയം undergoes beta decay. Then what will be the mass number and atomic number of the resultant molecule? Mass number and atomic number of the resultant molecule. So atomic number increased by 2, but mass number remains same. So okay ആണല്ലോ? ബീറ്റ ഡികെ ഓക്കെ ആണല്ലോ? Now the final one, gamma decay. Actually gamma decay എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UV പോലെയൊക്കെ വരുന്ന ഒരു റേഡിയേഷൻ ആണ്. സോ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന് ചാർജ് ഇല്ല. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ചാർജ്. അപ്പൊ ആൽഫയ്ക്ക് പോസിറ്റീവ്, ബീറ്റയ്ക്ക് നെഗറ്റീവ്. ബട്ട് ഗാമ റേഡിയേഷൻ ഡസ് നോട്ട് ഹാവ് എനി ചാർജ്. ബട്ട് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും ഒരു പവർ ഉണ്ട്, അയണൈസേഷൻ പവർ. അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ മൂന്നും ഹൈ എനർജി ഉള്ള ആൾക്കാരാണ്. സോ അവരുടെ എനർജി മറ്റ് ആറ്റംസിലേക്ക് പകർന്നു കൊടുക്കാൻ ഇവയ്ക്ക് കഴിയും. സോ ബോത്ത് ആർ നോൺ as അയണൈസിംഗ് റേഡിയേഷൻ. മൈക്രോബയോളജിയുടെ സ്റ്റെറിലൈസേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അയണൈസിംഗ് റേഡിയേഷൻ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അയണൈസിംഗ് റേഡിയേഷൻ ഈസ് ഓൾസോ നോൺ as കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇതാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അയണൈസിംഗ് radiation, these are known as ionizing radiation because they can transfer their large amount of energy to the surrounding particles. അത് ബാക്ടീരിയയുടെ സറൗണ്ടിങ് പാർട്ടിക്കിൾ ആകുമ്പോൾ മനുഷ്യ ശരീരത്തിന് തകർക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് ബാക്ടീരിയയെ എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, നൗ ആൽഫ ഡികെയുടെ ഏറ്റവും പ്രത്യേകത, ദിസ് അയണൈസിംഗ് റേഡിയേഷൻ
ഹാവിംഗ് മാക്സിമം പെനിട്രേഷൻ പവർ. അതായത് ഗാമ പാർട്ടിക്കിൾ ആണ് ഈ പറയുന്ന പോലെ ക്യാൻസറിനും മറ്റുമൊക്കെ കാരണം ഞാൻ പറയാതെ. അതായത് ലെഡ് കോൺക്രീറ്റ് മിക്സ് ഒക്കെ വെച്ചാൽ മാത്രമേ, ലെഡ് കോൺക്രീറ്റ് മിക്സ് ബ്ലോക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗാമ റേസിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഹാവിംഗ് ഹൈ പെനിട്രേഷൻ പവർ. ഇത് അക്യൂട്ട് റേഡിയേഷൻ ഇഞ്ചുറി ഒന്നും ഉണ്ടാക്കത്തില്ല, പകരം ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ യുവർ ടിഷ്യൂ, ഡാമേജ് യുവർ DNA, ആൻഡ് ലേറ്റർ ഇയേഴ്സ് ലേറ്റർ യു അല്ല ആരെങ്കിലും വിൽ സഫർ ഫ്രം ദി റേഡിയേഷൻ പ്രോബ്ലംസ്, ദാറ്റ് ഈസ് ക്യാൻസർ. അതിലേക്ക് നയിക്കും. സോ ക്യാൻസർ ഉണ്ടാക്കുന്ന റേഡിയേഷൻ എല്ലാം വരുമെങ്കിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഗാമ റേഡിയേഷൻ ആണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ പെനിട്രേഷൻ പവർ. ഇറ്റ് ഡാമേജ് ദി DNA. സെല്ലുലാർ ഡാമേജ് ഉണ്ടാക്കാതെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഗാമ റേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗാമ റേയുടെ ഇമ്പോർട്ടൻസ്. നമ്പർ 1, gamma ray is an electromagnetic radiation. It does not have any charge. Alpha decayയുടെയും beta decayയുടെയും കൂടെ വരുന്ന ഒരു electromagnetic radiation, but it possesses maximum penetration power, no visible damage to tissues, it destroys DNA, and then it is blocked by lead and concrete blocks. ആൻഡ് ഡയഗ്നോസിംഗില്, അതായത് റേഡിയോ ഇമ്മ്യൂണോ അസയില് നമ്മൾ മെയിൻ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് ഗാമ റേസിനെയാണ്. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, എങ്കിലും മെയിൻ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് ഗാമ റേസ് ആണ്. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ ഫോർ ചെക്കിംഗ് യുവർ IQ. ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, ഗാമ പാർട്ടിക്കിൾ. ഈ റേഡിയേഷൻ തെറാപ്പിയെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റേഡിയേഷൻ തെറാപ്പിക്ക് ഇതിലൊരു പാർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്തുകൂടാ. ആൽഫ, ബീറ്റ, ഗാമ, ഇതിലൊരു പാർട്ടിക്കിൾ നമ്മൾ യൂഷ്വലി റേഡിയോ തെറാപ്പിക്ക് യൂസ് ചെയ്യില്ല. അതായത് ക്യാൻസറിനെ കരിച്ചു കളയാനായിട്ട് ഒരു പാർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യില്ല. ഏതായിരിക്കും ആ പാർട്ടിക്കിൾ? എവരിബഡി ഈസ് സേയിങ് ഇറ്റ് ഇസ് ആൽഫ, സംബഡി ഈസ് സേയിങ് ഇസ് ഗാമ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗാമയാണ്. ആൽഫയ്ക്ക് പെനിട്രേഷൻ പവർ ഇല്ല, അത് ആ ടിഷ്യൂവിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഗാമ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാൻക്രിയാസിന്റെ മുകളിലുള്ള ഒരു ക്യാൻസറിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്യൂമറിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഗാമ നൈസായിട്ട് അതും കഴിഞ്ഞ് അതിന്റെ അങ്ങോട്ട് ഡീപ്പിലേക്ക് പോയി ബാക്കിയുള്ള ടിഷ്യൂസിന്റെ DNA-ക്ക് കൂടി ഡാമേജ് ഉണ്ടാക്കും. സോ ദാറ്റ്സ് വൈ ഹൈ പെനിട്രേഷൻ പവറുള്ള ഗാമ നമ്മൾ റേഡിയോ തെറാപ്പിക്ക് അധികം യൂസ് ചെയ്യാറില്ല. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അത് കഴിഞ്ഞ ശേഷം ഹാഫ് ലൈഫിലേക്ക് വരാം. ഹാഫ് ലൈഫ് അത്ര അധികം ഇമ്പോർട്ടൻസ് ഇല്ല. സോ എനിബഡി ഹാവ് ഡബിൾസ് ഓൺ ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻ, or it is clear? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ആരോ വരയ്ക്കുന്നുണ്ട്, ആർക്കും മനസ്സിലായില്ല, ദേഷ്യം തീർക്കരുത്, സ്ക്രീനിൽ വരയ്ക്കരുത്, വരയ്ക്കരുത്. ഓക്കെ, സോ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. സോ നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ഒരു യൂണിറ്റ് പറയുമ്പോൾ ഒരു യൂണിറ്റ് പറയും, പറഞ്ഞിട്ട് അങ്ങ് പോകും. ബട്ട് അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഒരുപാട് യൂണിറ്റുകളെ ഡിസ്കസ് ചെയ്യും. ആ ഓരോ യൂണിറ്റിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്പർ 2 എന്ന് എഴുതിയിരിക്കുന്ന യൂണിറ്റിനെ പറ്റിയിട്ടാണ്, ബെക്കറൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ റേഡിയോ ആക്ടിവിറ്റിന്ന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, ചോദിക്കട്ടെ, എന്തോ ആവട്ടെ. The question is, what is the SI unit of radioactivity? സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, 1960 ലിയോണിൽ സ്ഥാപിച്ചത്. നമ്മൾ പിന്നീട് അത് പഠിക്കും. SI യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ സംഘടന ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളുണ്ട്. അതില് റേഡിയേഷന്റെ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് ബെക്കറൽ എന്ന് പറയുന്നത്. ബെക്കറൽ, ഹെൻറി ബെക്കറൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്ന യുറേനിയത്തിന്റെ അയിരിൽ നിന്നും റേഡിയേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. സോ ബെക്കറൽ is the SI unit of radioactivity. That's the most hot question from that area. Becquerel, BQ. Becquerel is the SI unit of radioactivity. 1 decay per second. അതായത് ഒരു സെക്കൻഡില് എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നുള്ളതാണ് ബെക്കറൽ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 decay per second, അല്ലെങ്കിൽ how many decay per seconds. ഇതാണ് ബെക്കറൽ കൊണ്ട് നമ്മൾ
ചെയ്യുന്നത്. അപ്പൊ ഇത് സാറ്റിസ്ഫാക്ടറി യൂണിറ്റ് തന്നെയാണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ടായി. അതായത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് എലമെന്റുകളുണ്ട്. ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ യുറേനിയം, റേഡിയം പോലുള്ള എലമെന്റുകൾ. അപ്പൊ ആ എലമെന്റിന്റെ റേഡിയോ ആക്ടിവിറ്റി, അത് എത്രത്തോളം പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേഡിയം എന്ന് പറയുന്ന എലമെന്റ്, ലുക്ക് അറ്റ് ദാറ്റ്, റേഡിയത്തിന്റെ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകളോ ഒന്നുമല്ല, റേഡിയം എന്ന് പറയുന്ന പ്രോപ്പർ എലമെന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഞാൻ അതിന്റെ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്തു ഇൻ ബെക്കറൽ. ഇറ്റ് വിൽ ബി 0 ഇട്ട് തീർക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബെക്കർ എന്ന് പറയുന്നത് വളരെ ചെറിയ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു ചെറിയ യൂണിറ്റ് ആണ്. സോറി, നിങ്ങളോട് ആരുടെങ്കിലും നിങ്ങൾ ഒരു ദിവസം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മണിക്കൂറിൽ പറയോ, മിനിറ്റിൽ പറയോ, സെക്കൻഡിൽ പറയോ? ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത്? ഇറ്റ് വിൽ ബി മോർ കൺവീനിയന്റ് ടു സേ ഇൻ അവേഴ്സ്, അല്ലെ? അവേഴ്സിൽ പറയുന്നതാണ് ഇമ്പോർട്ടന്റ്, മിനിറ്റിൽ പറയാൻ നമുക്ക് കാൽക്കുലേഷൻ വേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റേഡിയേഷൻ വരുന്നെങ്കിൽ അതിനെ അളക്കാൻ ബെക്കറിൽ കൊണ്ട് അത്ര യൂസ് ഇല്ല. കാരണം ഞാൻ ഇത് പറഞ്ഞാൽ 0 ഇട്ട് കളിക്കുന്നതല്ലാതെ നടക്കത്തില്ല. അപ്പോ റേഡിയോ ആക്റ്റീവ് എലമെന്റ്, അതായത് റേഡിയോ ആക്റ്റീവിന്റെ സോഴ്സ് ഡയറക്ട്ലി ആ എലമെന്റിൽ നിന്നും റേഡിയോ ആക്ടിവിറ്റി വരികയാണ്. അതിനെ മെഷർ ചെയ്യാൻ കുറച്ചുകൂടി വലിയ യൂണിറ്റ് വേണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് അവര് മറ്റൊരു സയന്റിസ്റ്റിനെ പറ്റി ആലോചിച്ചത്. വൺ ഓഫ് ദി ഗ്രേറ്റ്സ്, ദാറ്റ് ഈസ് മാഡം ക്യൂറി എന്നറിയപ്പെടുന്ന കെമിസ്ട്രിക്കും ഫിസിക്സിനും നൊബേൽ പ്രൈസ് മേടിച്ച ആദ്യത്തെ വനിത. അതിനുശേഷം എത്ര വനിതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരിട്ട് പറയാനായിട്ട്. സോ മാഡം ക്യൂറിയുടെ സ്മരണാർത്ഥം രണ്ടാമത്തെ യൂണിറ്റ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, which of the following unit of radioactivity is used to measure radiation of source? സോഴ്സിന്റെ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ഡയറക്റ്റ് റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏത്? ദി ആൻസർ ഈസ് ക്യൂറി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയായിരിക്കാം നമ്മുടെ ചോദ്യവും. The unit that is used to measure radioactivity of the source or radioactivity of the element directly. അത് ബെക്കറിൽ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 0 ഇട്ട് തീരില്ല. ബട്ട് Curie is a very large unit. Curie means 37 gigabecquerels. 37 into 10⁹ becquerel ആണ്. Giga means 10⁹. So becquerel ആണ് 1 Curie എന്ന് പറയുന്നത്. But it is not SI unit. അപ്പൊ becquerel നിന്നുള്ള ക്വസ്റ്റ്യൻ, what is the SI unit of radioactivity? Curieയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, which unit used to measure radioactivity of സോഴ്സ്? അതായത് ഒരു എലമെന്റിൽ നിന്നും ഡയറക്റ്റ് റേഡിയോ ആക്ടിവിറ്റി വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കഴിയും? ഇറ്റ് ഈസ് ക്യൂറി. ഇനി മൂന്നാമത്തെ യൂണിറ്റ്, നിങ്ങൾ എല്ലാവരും ആ സയന്റിസ്റ്റിനെ പറ്റി കേട്ട് കാണും, റോങ്കൻ. കേട്ടിട്ടുണ്ടല്ലോ. 1800-കളിൽ 1890-കളിൽ എക്സ്റേ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് റോങ്കൻ എന്ന് പറയുന്നത്. സോ വില്യം റോങ്കൻ. ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടുന്നതും ഇയാൾക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, റോങ്കൻ. സോ വൈ റോങ്കൻ ഈസ് യൂസ്ഡ്? റേഡിയേഷൻ ലീക്കേജ്, ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ ചെർണോബിൽ, ഫുകുഷിമ. സോ റേഡിയേഷൻ ലീക്ക് ചെയ്തു. അത് എൻവയോൺമെന്റിലേക്ക് പടർന്നു കയറി, ജലത്തിലേക്ക് മിക്സായി, വായുവിലേക്ക് മിക്സായി. അങ്ങനെയാണെങ്കിൽ എയറിലും വായുവിലുമുള്ള എക്സ്പോഷർ ഡോസ് എത്ര? റേഡിയോ ആക്റ്റീവ് ലീക്കേജ് ടു എൻവയോൺമെന്റ്, അത് അളക്കാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. റോങ്കൻ ഈസ് എ യൂണിറ്റ്. എന്തിന്റെ യൂണിറ്റ്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ബെക്കറൽ അല്ലേ? ആണ്. അപ്പൊ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയൂ. റോങ്കൻ ഇസ് ദ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് എക്സ്പോഷർ ഡോസ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ലീക്കേജ് ഓഫ് റേഡിയോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് റോങ്കൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ, വിച്ച് യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് എക്സ്പോഷർ ഡോസ്? ക്യൂറി ഉണ്ടാവും, ബെക്കറൽ ഉണ്ടാകും, റോങ്കൻ ഉണ്ടാകും, റാഡ് അല്ലെങ്കിൽ ഗ്രേ ഉണ്ടാകും, സീവേർട്സ് ഉണ്ടാകും. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? റോങ്കൻ. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് റാഡും ഗ്രേയും. നിങ്ങളൊക്കെ ബ്ലഡ് ബാങ്കിങ്
എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചവരായിരിക്കും. ഇപ്പം ബ്ലഡ് ബാങ്കില് ഇറേഡിയേറ്റഡ് ബ്ലഡ് പ്രോഡക്റ്റുകൾ എന്നൊരു സാധനം നിങ്ങൾ പഠിച്ചു കാണും. പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇറേഡിയേറ്റഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് ഒഴിവാക്കാനായിട്ട് ലിംഫോസൈറ്റിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഇറേഡിയേഷൻ ചെയ്യാറുണ്ട്. സോ ഇറേഡിയേറ്റഡ് ബ്ലഡ് പ്രോഡക്റ്റിന് റേഡിയേഷൻ എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, മക്രു എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ഏതോ ഒരു പാരഗ്രാഫിൽ ഏതോ ഒരു മൂലയ്ക്ക് എഴുതിയിട്ടുണ്ട് 25 റാഡ് എന്നോ അല്ലെങ്കിൽ ഗ്രേ എന്നോ, എനിക്ക് ഇപ്പൊ വലിയ ഓർമ്മയില്ല, എനിക്ക് 25 റാഡ് ആണെന്ന് തോന്നുന്നു. സോ എന്നാണ് ആ ഒരു യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. അതെന്താ അവിടെ ബെക്കറിൽ യൂസ് ചെയ്തില്ല, അവിടെ റോങ്കൻ യൂസ് ചെയ്തില്ല, അവിടെ ക്യൂറി യൂസ് ചെയ്തില്ല? ബിക്കോസ് അത് മറ്റൊരു കണ്ടീഷനാണ്. റാഡും ഗ്രേയുമാണ് ഒരു ടിഷ്യൂ എത്ര റേഡിയേഷൻ അബ്സോർബ് ചെയ്യും എന്നതിന്റെ യൂണിറ്റ് ആണ് റാഡ്. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following unit of radioactivity used to measure absorption dose by a tissue, absorption dose by an RBC, absorption dose by a tumor? What will be your answer? Answer is rad. Gray undo nokka, gray ipo adhigam use cheyyunnilla, rad. Okay, that is the question. So every unit have its own question. Very simple, very direct question. വേറെ ഒന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. Now the final unit of radioactivity is സീവേർഡ്സ്. സീവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ യൂട്യൂബിലേക്ക് എടുക്കുക, ചെർണോബിൾ ടൂർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ കുറെ അമ്മമാർ ഇങ്ങനെ നിൽക്കും, റേഡിയേഷൻ മീറ്ററുമായിട്ട് നിൽക്കും. റേഡിയേഷൻ മീറ്റർ ആക്ച്വലി സെറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് സീവേർഡ്സ് എന്ന് പറയുന്നത്. എന്താണ് സീവേർഡ്സ്? ഒരു ഹ്യൂമൻസ് പോപ്പുലേഷന് എത്ര റേഡിയേഷൻ വരെ സഹിക്കാൻ കഴിയും, എക്സ്പോസ് ചെയ്യാൻ കഴിയും എന്നതിന്റെ യൂണിറ്റ് ആണ്. എയറിലേക്കോ വാട്ടറിലേക്കോ ഉള്ള എക്സ്പോഷർ ഡോസിനെ നമ്മൾ എന്തെന്ന് പറയും? എയറിലേക്കോ വാട്ടറിലേക്കോ ഉള്ള എക്സ്പോഷർ ഏത് യൂണിറ്റ് വെച്ച് ഡിഫൈൻ ചെയ്യും? വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ റേഡിയോ ആക്റ്റീവ് എക്സ്പോഷർ ടു എയർ ആൻഡ് വാട്ടർ? ഇറ്റ് ഈസ് റോങ്കൻ. So which unit is used to define radioactive exposure to human body? Human body യിലേക്കുള്ള radioactive exposure ഏത് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? The answer is സീവേർഡ്. അപ്പൊ നിങ്ങൾക്ക് ആരുടെയൊക്കെ കയ്യിൽ വിൽസൺ ആൻഡ് വാക്കർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഉള്ളവരൊക്കെ അതൊന്ന് കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം കഴിഞ്ഞ തവണത്തെ റേഡിയേഷന്റെ ക്വസ്റ്റ്യൻ വന്നത് ആ ബുക്കിൽ നിന്നാണ്. സോ വിൽസൺ ആൻഡ് വാക്കർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ റേഡിയേഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. സോ നമ്മൾ യൂഷ്വലി ക്രോമാറ്റോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് ആ ടെക്സ്റ്റ് വായിക്കുന്നത്. അതായത് റേഡിയേഷൻ അതുവഴി വായിക്കാൻ ഞാൻ പോകത്തില്ല. ബട്ട് അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു മനുഷ്യന്, ഒരു ഹ്യൂമന് ഒരു വർഷം ഏൽക്കാവുന്നുള്ള മാക്സിമം റേഡിയേഷൻ എത്രയാണ്? കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ റേഡിയേഷൻ കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും തന്നെ. കാരണം കോസ്മിക് റേഡിയേഷൻ വരുന്നുണ്ട് ഫ്രം ബഹിരാകാശം. ദെൻ നമുക്ക് ചുറ്റും നോൺ അയനൈസിംഗ് റേഡിയേഷൻ ഒരുപാടുണ്ട്. പക്ഷെ അയനൈസിംഗ് റേഡിയേഷൻ ആയിട്ട് ഈ പറയുന്ന കോസ്മിക് റേസ് ഉണ്ട്, എൻവയോൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ പല പല രീതിക്കായിട്ട് റേഡിയേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു പബ്ലിക്കിന്, ഒരു ജനറൽ പബ്ലിക്കിന് 1 year, that is known as annual radiation. Acceptable annual radiation for a general public is 1 millisievert. ചോദിക്കാം, what is the acceptable limit of annual radiation to general public? Answer is 1 millisievert. അതിൽ കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല, നമ്മളാരും നോക്കാൻ പോലും പോകുന്നില്ല അല്ലേ. പക്ഷെ ഇത് യൂഷ്വലി റേഡിയേഷൻ സാധ്യതയുള്ള കൂടംകുളത്തിലൊക്കെ അവിടെയൊക്കെ നോക്കേണ്ടതാണ്. സോ മാക്സിമം അലോവ്ഡ് എന്ന് വെച്ചാൽ 1 milliseconds ആണ്, മില്ലിസീവേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് യൂണിറ്റുകൾ. യു ക്യാൻ സി എവറി യൂണിറ്റ് ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് ഓൺ വേ. ആ യുണീക്സിറ്റിന്ന് ചോദ്യം ഉണ്ടാക്കാൻ നമ്മളിപ്പോ 6 ചോദ്യം നമ്മൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദ വേ. അധ്യാപകർ ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത്. സോ എനി ഡൗട്ട്സ് or it is clear? മനസ്സിലാകുന്നുണ്ടോ? It is my first class to you. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആനുവൽ റേഡിയേഷൻ.
ഒരു മനുഷ്യന് ഒരു വർഷം മാക്സിമം ഏൽക്കാവുന്ന റേഡിയേഷന്റെ എമൗണ്ട് ഇറ്റ് ഈസ് 1 മില്ലി സീവേർട്സ്. ഒരു മനുഷ്യന് ഒരു വർഷം ഏൽക്കാൻ അനുവദനീയമായിട്ടുള്ള റേഡിയേഷന്റെ അളവാണ് 1 മില്ലി സീവേർട്ട്. നമ്മൾ കഴിക്കുന്ന ഒരു പഴത്തിനകത്ത് ഒരുപാടല്ല, കുറച്ച് അധികം തന്നെ റേഡിയേഷൻ ഉണ്ട്, അറിയാമോ? റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു എലമെന്റ് നിങ്ങൾ ഡെയിലി കഴിക്കാറുണ്ട്. ഡെയിലി അല്ല, കുറെ പേരെങ്കിലും കഴിക്കാറുണ്ട്. ഇറ്റ് ഈസ് ബനാന. ഓക്കെ, റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം ഉള്ള ഒരു എലമെന്റ് ആണ് ബനാന. ബട്ട് നോ പ്രോബ്ലം, ഒരു 35,000 ബനാനയെങ്കിലും കഴിച്ചാലേ നിങ്ങൾക്ക് അത്രയൊക്കെ പ്രശ്നം വരുള്ളൂ കേട്ടോ ഒരു വർഷത്തേക്ക്. നിങ്ങൾ ആരും കഴിക്കാൻ പോകുന്നില്ല. സോ നൗ റേഡിയോ ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ചോദിച്ചു വന്നിട്ടുള്ളതിൽ ഒരെണ്ണം ഇതിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചു വന്നിട്ടുള്ളത്. ബട്ട് റേഡിയോ ആക്ടിവിറ്റിയുടെ ഹാർട്ട് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിൽ അതിന്റെ കോർ എന്താണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ദിസ് ഈസ് ദി ആൻസർ. ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി നിങ്ങളുടെ ബൈഹാർട്ടിങ്ങിന്റെ, നിങ്ങളുടെ മെമ്മറിയുടെ നെല്ലിപ്പലക ഇത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് മൊത്തം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചേ പറ്റുള്ളൂ. നോ എക്സ്ക്യൂസസ്. നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വിൽസൺ ആൻഡ് വാക്കറിൽ ഇത് ആക്ച്വലി നിങ്ങളുടെ വസുദേവൻ ശ്രീകുമാരി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതോടൊപ്പം തന്നെ വിൽസൺ ആൻഡ് വാക്കറിൽ അഡീഷണൽ ആയിട്ട് 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം, റിമെമ്പർ ദാറ്റ്, അതിൽ ഒരെണ്ണം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. നിങ്ങൾ എത്ര പേര് വിൽസൺ ആൻഡ് വാക്കർ വായിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര പേര് വിൽസൺ ആൻഡ് വാക്കർ വായിച്ചിട്ടുണ്ട്? ടേക്കിംഗ് ടു മച്ച് ടൈം. ദാറ്റ് മീൻസ് കുറച്ച് പേര് വായിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വിൽസൺ ആൻഡ് വാക്കർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് പേരെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് വായിച്ചു കാണും. ബട്ട് അതൊന്നും നിങ്ങൾ ഇനി പ്രിന്റ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട, ബിക്കോസ് വളരെ ലാർജ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ നമുക്ക് അതിന്റെ പോയിന്റുകൾ മാത്രം. അതിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞതിന് ശേഷം ആ 2 കാര്യങ്ങളും ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. സോ റേഡിയോ ആക്ടിവിറ്റിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ടും ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉണ്ടാക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? റിസർച്ചിലും മെഡിക്കൽ ഫീൽഡിലും ഡയഗ്നോസ്റ്റിക് ഫീൽഡിലും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂസ്. സോ നമ്പർ 1, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റേഡിയോ ഐസോട്ടോപ്പ് കാർബൺ-14. കാർബൺ ഡേറ്റിംഗിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത്ര മണ്ടന്മാരല്ല എക്സാമിനേഴ്സ്. കാർബൺ ഡേറ്റിംഗിന് ഏത് ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നു? കാർബൺ-14. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. ഇൻസ്റ്റെഡ് ദേ വിൽ ഷോ, അല്ലെങ്കിൽ ആസ്ക് യു, ഫോസിൽ സ്റ്റഡീസിന് ഏത് റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യും? വിച്ച് റേഡിയോ ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഫോസിൽ സ്റ്റഡീസ് ഓർ ഫോർ ഡിറ്റർമൈനിങ് ഏജ് ഓഫ് ഫോസിൽസ്? ഫോസിൽസിന്റെ ഏജ് അറിയാനും ഫോസിൽ സ്റ്റഡീസിനും നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ ഐസോട്ടോപ്പ് ആണ് കാർബൺ-14 എന്ന് പറയുന്നത്. ഇതിന്റെ ഹാഫ് ലൈഫ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് ഹാഫ് ലൈഫ് എന്നുള്ളത്? ഹാഫ് ലൈഫ് 5700 വർഷമാണ്. ഓക്കെ. രണ്ടാമത്തത് CR51, ക്രോമിയം-51. എന്താ ഈ ക്രോമിയം-51 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പിന്റെ ഇമ്പോർട്ടന്റ്? ഇത് RBC കൈനറ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങ് പറഞ്ഞു പോവാണ് RBC കൈനറ്റിക്സ്. ഇയാളൊന്നും പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. So I'm asking you, have you heard about ineffective erythropoiesis? Have you heard about ineffective erythropoiesis? Yes, that is a condition, that is megaloblastic anemia. നമുക്ക് ഈ ഒരു പ്രോബ്ലം കാണാനായിട്ട് കഴിയും. ഇൻഎഫക്റ്റീവ് എറിത്രോപോയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ മെഗലോബ്ലാസ്റ്റിക് അനീമിയയിൽ, അതുപോലെ തന്നെ മറ്റു RBC ഡിസോർഡറുകളിൽ RBCയുടെ ലൈഫ് സ്പാൻ വളരെ കുറഞ്ഞിരിക്കും. യൂഷ്വൽ ലൈഫ് സ്പാൻ ഈസ് 120 days. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഡിയോ ലേബിൾഡ്, അല്ലെങ്കിൽ CR51 ലേബിൾഡ് ഗ്ലൈസീൻ. Why we are using glycine? That related to biochemistry. ഗ്ലൈസീനും RBCയുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആർക്കെല്ലാം അറിയാമോ? RBC contains hemoglobin. Hemoglobin contains heme. And the glycine is the most essential amino acid for heme synthesis.
അപ്പോൾ ഈ ഗ്ലൈസീൻ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഹീം സിന്തസിന് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? RBCസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ സാധാരണ RBC ആണെങ്കിൽ 120 ദിവസം കഴിഞ്ഞിട്ട് എന്റെ റേഡിയോ ആക്ടിവിറ്റി നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ മെഗലോബ്ലാസ്റ്റിക് അനീമിയയിലേക്ക് ആണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ പറയുന്ന പോലെ റേഡിയോ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ എനിവേ അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. ബട്ട് ഹിയർ ഇൻ റേഡിയോ ആക്ടിവിറ്റി യു ഹാവ് ടു റിമെമ്പർ, കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. CR51 labeled glycine used for detecting ineffective erythropoiesis, thyroid scanning, bone scanning, renal clearance. What will be your answer? CR51 labeled glycine. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് CR51 എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി കടന്നു പോകാം. CR51 labeled glycine. And now, okay, RBC kinetics അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് എറിത്രോപോയോസിസ് അറിയാനായിട്ട്. Now next one is iodine 131. iodine 131 തൈറോയിഡ് സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് iodine 131 യൂസ് ചെയ്യുന്നത്. വേറെ ആൾക്കാരൊന്നും ഇവിടെ ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ തൈറോയിഡ് ടിഷ്യൂസ് വളരെ ഡയറക്റ്റ് ആയിട്ട് അയഡിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ iodine 131 യൂസ്ഡ് ഫോർ തൈറോയിഡ് സ്കാനിങ്. ഇറ്റ് ഹാവിംഗ് എ ഹാഫ് ലൈഫ് ഓഫ് ഓൺലി 8 days. ശരീരത്തിൽ യൂസ് ചെയ്യുന്ന വസ്തുക്കൾക്കെല്ലാം റേഡിയോ ആക്ടിവിറ്റി കുറവായിരിക്കണം. നൗ iodine 125, കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതായിരിക്കും നമുക്ക് ചോദിക്കുന്നത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതായിരിക്കും എന്നുള്ളത്. കാരണം ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് iodine 125 ആണ്. റേഡിയോ ഇമ്മ്യൂണോ അസേ അല്ലെങ്കിൽ അതിന്റെ സോളിഡ് ഫേസ് ആയിട്ടുള്ള ഇമ്മ്യൂണോ റേഡിയോമെട്രിക് അസേ ഇർമ, ഈ രണ്ട് ടെക്നീക്കിലും നമ്മൾ ആന്റിബോഡീസ് യൂസ് ചെയ്യും. എൻസൈമിന് പകരം റേഡിയോ ഐസോട്ടോപ്പ് ആണ് ഈ ആന്റിബോഡീസിൽ യൂസ് ചെയ്യുന്നത്. സോ ഏത് റേഡിയോ ഐസോട്ടോപ്പ്, വിച്ച് റേഡിയോ ഐസോട്ടോപ്പ് യൂസ്ഡ് ടു ലേബൽ antibodies in radio immunoassay? Answer is iodine 125, having a half-life of 60 days. And next, strontium 90. MSc MLT entrance examination 2019 ഇത് 2017 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കും, കാരണം എനിക്ക് തെറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ strontium 90. strontium 90 യൂസ്ഡ് ഫോർ ബോൺ സ്കാനിങ്. ബോൺ സ്കാനിങ്ങിന് ഏത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്? ബോൺ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് strontium 90 യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാപ്പാടം പഠിക്കുക, അത്രേ ഉള്ളൂ. നൗ cobalt 60. cobalt 60 ടെലിതെറാപ്പി ഓഫ് ക്യാൻസർ. അതായത് ട്യൂമർ ഇങ്ങനെ ഇരിക്കുന്നു, ടെലി എന്ന് പറയുമ്പോൾ ദൂരെ നിന്നും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കുക. അപ്പൊ ടെലിതെറാപ്പി ഓഫ് ക്യാൻസറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് cobalt 60. ഇപ്പൊ യൂഷ്വലി cobalt 60 ഏത് റേസിനെ ആയിരിക്കാം പ്രൊവൈഡ് ചെയ്യുന്നത്? ഗാമ ആയിരിക്കും, ആൽഫ ആയിരിക്കും? റേഡിയോ തെറാപ്പി യെസ് ഗാമയാണോ? നോ, ഇറ്റ് വിൽ ബി ആൽഫ, ബിക്കോസ് ഓൾറെഡി വി സെഡ് ഇറ്റ്, ഗാമ റേഡിയോ തെറാപ്പിക്ക് അധികം യൂസ് ചെയ്യാറില്ല. നൗ നെക്സ്റ്റ് വൺ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ രണ്ട് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ടെക്നീഷ്യം 99 എന്ന് പറയുന്ന റേഡിയോ ഐസോട്ടോപ്പിൽ നിന്നുണ്ട്. ടെക്നീഷ്യം 99 നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡിന്റെ ഫ്ലോ, ഹാർട്ടിലെ ഡിഫറെന്റ് ചേംബറുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ഫ്ലോ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ടെക്നീഷ്യം 99 യൂസ് ചെയ്യുന്നത്. സോ ഹാർട്ടിന്റെ മർമറുകൾ അറിയാനായിട്ട്, ഹാർട്ട് വാൽവുകളുടെ പ്രവർത്തനം അറിയാനായിട്ട് സാധാരണ ഡോക്ടർമാർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? സ്റ്റെതസ്കോപ്പ്. സോ ദിസ് ടെക്നീഷ്യം 99 having a nickname ന്യൂക്ലിയർ സ്റ്റെതസ്കോപ്പ്, ബിക്കോസ് ഹാർട്ടിന്റെ ബ്ലഡ് ഫ്ലോ അറിയാനായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ടെക്നീഷ്യം 99 നോൺ ആസ് എന്ത്? ന്യൂക്ലിയർ സ്റ്റെതസ്കോപ്പ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? somebody is asking ടെലിതെറാപ്പി ഓഫ് ക്യാൻസറിനേക്കാളും നല്ലൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ന്യൂക്ലിയർ സ്റ്റെതസ്കോപ്പ് എന്നറിയപ്പെടുന്ന ഇത്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് റേഡിയോ ഐസോട്ടോപ്പ് is known as ന്യൂക്ലിയർ സ്റ്റെതസ്കോപ്പ്? ടെക്നീഷ്യം 99, it is used for heart blood flow analysis. Now fluorine 18, nothing. ട്രേസർ ഇൻ പെറ്റ് സ്കാൻ, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പെറ്റ് സ്കാനെ പറ്റി എനിക്ക് അറിയില്ല. സോ ട്രേസർ ഇൻ
പെറ്റ് സ്കാനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹാഫ് ലൈഫ് നമുക്ക് മിക്കവാറും എല്ലാം പഠിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ഈ റേഡിയോ ആക്ടിവിറ്റി ഗ്ലാസ് വേസ് SI യൂണിറ്റ്, ഇതിന് ഞാൻ പറയുന്നത് നേരെ പോ ദാറ്റ് മീൻസ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് കാണാപ്പാടം. ആൻഡ് ദാറ്റ് കാണാപ്പാടം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, ബബിൾ ചെയ്ത് വെക്കുക. ഇതാണ് ഈ പറയുന്ന പരിപാടിയുടെ കേസുകൾ. വേറെ ഒന്നുമില്ല, നമുക്കൊന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ആ ഇനീഷ്യൽ ഏരിയകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു മെറ്റബോളിസം പോലെയൊന്നും ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നില്ല. ബട്ട് നൗ ദ ലാസ്റ്റ് വൺ ഈസ് P32, ഫോസ്ഫറസ് 32. ന്യൂക്ലിക് ആസിഡ് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ മാത്രം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോരാ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഹാവ് യു ഹേർഡ് അബൌട്ട് ഓട്ടോ റേഡിയോഗ്രാഫി? ഹാവ് യു ഹേർഡ് അബൌട്ട് ഓട്ടോ റേഡിയോഗ്രാഫി? നിങ്ങളെല്ലാം ബ്ലോട്ടിംഗ് ടെക്നിക്കുകളെ പറ്റി കേട്ട് കാണും. വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ്, ഈസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഡോട്ട് ബ്ലോട്ട്, അങ്ങനെ പല പല ബ്ലോട്ടിങ്ങുകൾ ഇപ്പോൾ നിലവിലുണ്ട്. സോ ഈ ബ്ലോട്ടിംഗ് ടെക്നിക്കുകളിൽ പണ്ടുകാലങ്ങളിൽ നമ്മൾ എൻസൈം ലേബിൾഡ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലേബിൾഡ് ആന്റിബോഡികൾക്ക് പകരം, ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ ബ്ലോട്ടിൽ ഫ്ലൂറസെന്റ് ലേബിൾഡ് ആന്റിബോഡീസിന് പകരം, അല്ലെങ്കിൽ സദേൺ ബ്ലോട്ടിൽ പ്രോബുകൾക്ക് പകരം, ഫ്ലൂറസെന്റ് ലേബിൾഡ് പ്രോബുകൾക്ക് പകരം റേഡിയോ ലേബിൾഡ് പ്രോബുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റേഡിയോ ലേബിൾഡ് പ്രോബുകൾ യൂസ് ചെയ്യുന്നപ്പോൾ അവിടെ യൂസ് ചെയ്തിരുന്നതാണ് P32. സോ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, വിച്ച് റേഡിയോ ഐസോടോപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ റേഡിയോഗ്രാഫി? ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദേൺ ബ്ലോട്ടിങ്ങിന്റെ ആ ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്യുന്ന ടെക്നീക്കാണിത്. ഇന്ന് ഫ്ലൂറസെന്റ് പ്രോബുകൾ വന്നതോടുകൂടി ഒഴിവായി തുടങ്ങിയിട്ടുണ്ട്. സോ ഓട്ടോ റേഡിയോഗ്രാഫി. ഇനി ചോദിച്ചാൽ പറയാമല്ലോ, വിച്ച് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ റേഡിയോഗ്രാഫി? റിമെമ്പർ, നിങ്ങൾക്ക് തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചതേ ഉള്ളൂ, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകളാണ് DNA-ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റ് ആണ് ഓട്ടോ റേഡിയോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഫോർ ഓട്ടോ റേഡിയോഗ്രാഫി വി യൂസ് P32. ആൻഡ് ദ ലാസ്റ്റ് വൺ, ട്രിഷ്യം യൂസ്ഡ് ഇൻ സെൽ ബയോളജി. സെൽ ബയോളജി മീൻസ് നമ്മുടെ ബോഡിക്കകത്തുള്ളതല്ല, യൂഷ്വലി പ്ലാന്റ് സെൽ ബയോളജിയിലും അനിമൽ സെൽ ബയോളജിയിലും ചില സ്റ്റഡികൾക്ക് വേണ്ടിയിട്ടാണ് ട്രിഷ്യം യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇനി നമുക്ക് വിൽസൺ ആൻഡ് ബാക്കറിലേക്ക് പതുക്കെ വാക്ക് ചെയ്ത് കയറാം. സോ വിൽസൺ ആൻഡ് ബാക്കറിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കഴിഞ്ഞ ഒരു എക്സാമിനേഷനിൽ കണ്ടു കാണും. ചോദ്യം ഇതാണ്, റേഡിയോ ആക്റ്റീവ് പാരാ അമിനോ ഹിപ്പൂറിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ബ്ലഡ് ഫ്ലോ ഓഫ് ഹാർട്ടും ചോദിച്ചെന്ന് പറയുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ, എനിവേ, സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്, റേഡിയോ ലേബിൾഡ്, അവിടെയും CR ആണോ EDT ആണോ എനിക്ക് ഓർമ്മയില്ല, ബട്ട് എനിവേ റേഡിയോ ലേബിൾഡ് പാരാ അമിനോ ഹിപ്പൂറിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ഇഫ് യു ഹാവ് സംതിങ് ടു റൈറ്റ് യു ക്യാൻ റൈറ്റ് ഓൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീനൽ പ്ലാസ്മ ഫ്ലോ. പക്ഷെ ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ നിങ്ങൾക്ക് റേഡിയേഷൻ പഠിക്കണമെന്നില്ല. കാരണം ക്ലിയറൻസിന്റെ അണ്ടറിൽ വി ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഡയോഡ്രാസ്റ്റും പാരാമിനോ ഹിപ്പൂറിക് ആസിഡുമാണ് റീനൽ പ്ലാസ്മ ഫ്ലോ. ഒരു മിനിറ്റില് നമ്മുടെ കിഡ്നിയിൽ കൂടി എത്ര ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നു എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ പ്ലാസ്മ പാസ് ചെയ്ത് പോകുന്നു 1200 ml/minute ആണ് നോർമൽ വാല്യൂ. സോ കാര്യം ഇതാണ്. നമുക്കൊരു പ്ലെയിൻ പേജ് ഉണ്ട്, ഇവിടെ എഴുതാം. മെഷർമെന്റ് ഓഫ് റീനൽ, ആരാടെ വരയ്ക്കുന്നേ, റീനൽ പ്ലാസ്മ ഫ്ലോ. സോ റീനൽ പ്ലാസ്മ ഫ്ലോ മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ലേബിൾഡ് പാരാ അമിനോ ഹിപ്പൂറിക് ആസിഡ്, PAH. റേഡിയോ ലേബിൾഡ് പാരാ അമിനോ ഹിപ്പൂറിക് ആസിഡ് ആണ് നമ്മൾ റീനൽ പ്ലാസ്മ ഫ്ലോ അസസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇത് മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റുകൾ മൊത്തം അരിച്ചു പറക്കാൻ തുടങ്ങി. എവിടെയാണ് ഇത് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ അറിയാനായിട്ട് ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് വിൽസൺ ആൻഡ് ബാക്കറിൽ ഇത് അതേപോലെ എഴുതിയിരിക്കുന്നത് കാണുന്നതും. അതിന്റെ തൊട്ട് താഴെ മറ്റൊരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു, ദാറ്റ് ഈസ് Xenon 133. Xenon 133 എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? അതാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം. Xenon എന്ന് പറയുന്നത് ഒരു ഇനർട്ട് ഗ്യാസ് ആണ്. Xenon 133 is used for pulmonary function test. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് Xenon 133 യൂസ് ചെയ്യുന്നത്. സോ സം പീപ്പിൾ, ഞാൻ പറയുന്നതിന് മുമ്പ് ആൻസർ പറയുന്നത് നിങ്ങൾ ഇവിടെ മുമ്പ് കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഓക്കെ, എനിവേ, അപ്പൊ അവരെല്ലാരും വിൽസൺ ആൻഡ് ബാക്കർ വായിച്ചിട്ടുള്ളവരാണെന്ന് തോന്നുന്നു. സോ എനിവേ, Xenon 133
പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈക്ക് ടൈഡാൽ വോളിയം, ദെൻ റെസ്പിറേറ്ററി റിസർവ് വോളിയം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, റെസ്പിറേറ്ററി റിസർവ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നു. ബട്ട് വി ആർ ഓൾറെഡി നോ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുമായിട്ട് വരുന്ന എന്ത് സാധനം ടെസ്റ്റ് ചെയ്യാനും Xenon 133 ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് ഇൻ മെഡിസിൻ ആൻഡ് ഇൻ ക്യാൻസർ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച്. ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ഇറ്റ് ഈസ് ക്ലിയർ? ചോദിച്ചാൽ പറയുമോ? ചോദിച്ചാൽ പറയുന്നല്ല, എക്സാമിന് വന്നാൽ എഴുതുമോ? സോ റിമെമ്പർ, അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PAH മീൻസ് പാര അമിനോ ഹിപ്പൂറിക് ആസിഡ്. Isotope used for renal plasma flow, para amino hippuric acid. എവിടെ എഴുതാൻ പറ്റും? ഒരു പ്ലെയിൻ പേജ് കിട്ടിയിരുന്നെങ്കിൽ. യെസ്, പാര അമിനോ ഹിപ്പൂറിക് ആസിഡ്. ഓക്കെ അല്ലേ? Xenon 133യുടെ ക്വസ്റ്റ്യൻ ഇതാണ്. XC ആണ്, നോട്ട് എക്സ്. Xenon 133യുടെ ക്വസ്റ്റ്യൻ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന ആരാണ്? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. So now എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഐസോ പാര അമിനോ ഹിപ്പൂറിക് ആസിഡിനും ഇതേ CR51 തന്നെയാണ് പറയുന്നത്. ബട്ട് സംടൈംസ് റേഡിയോ ലേബിൾഡ് EDTA നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവിടെയും CR51 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. CR51 ആണ് അവിടെയൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത്. CR51. Now, detection of radioactivity. So, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ എങ്ങനെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? There are 3 methods are used: ionization of gases, scintillation apparatus and auto radiography. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അയണൈസേഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയിലേക്കാണ് പോകുന്നത്. അയണൈസേഷൻ ഓഫ് ഗ്യാസസ്. നമ്മൾ ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ പാർട്ടിക്കിളും പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവയ്ക്കെല്ലാം എന്തിനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞു? ഇവയ്ക്കെല്ലാം എന്തിനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞു? എന്തിനുള്ള പവർ ഉണ്ടെന്ന് പറയാം? അയണൈസേഷന്റെ പവർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദേ ഹാവ് ദി എബിലിറ്റി ഓഫ് അയണൈസേഷൻ. ഓക്കെ, നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസുകൾക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇനേർട്ട് ഗ്യാസുകൾക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സോ നമ്മൾ ഒരു വാക്യൂം ആയിട്ടുള്ള ഒരു ട്യൂബ് എടുക്കുന്നു, ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്, ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിന്റെ ഒരറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബാറ്ററി ഘടിപ്പിക്കുന്നു. മറ്റേ അറ്റത്ത് ബാറ്ററിയോടൊപ്പം തന്നെ ഒരു വോൾട്ട്മീറ്ററോ അല്ലെങ്കിൽ കറണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് വെക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ സിനോൺ പോലെ
അല്ലെങ്കിൽ ആർഗൺ പോലുള്ള ഒരു ഇനേർട്ട് ഗ്യാസ് ആണ് വെക്കുന്നത്. സോ ഈ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഈ വോൾട്ടിലേക്ക് എത്തുമോ? ബാറ്ററിയിൽ നിന്നുള്ള ഈ കറണ്ട് ഈ വോൾട്ടിലേക്ക് എത്തുമോ? ഈ വോൾട്ട് മീറ്ററിലേക്ക് എത്തുമോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ബാറ്ററിയിൽ നിന്നുള്ള ഈ കറണ്ട് ഈ വോൾട്ടിലേക്ക് എത്തുമോ? ബിക്കോസ് ഇൻ ബിറ്റ്വീൻ യു ഹാവ് ആൻ ഇനേർട്ട് ഗ്യാസസ് ആർ there. Inert gases do not conduct electricity. Will not happen there. ബിക്കോസ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകും, പക്ഷെ ഇവിടെ ഇനേർട്ട് ഗ്യാസ് ആയതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇവിടെ സിഗ്നലും ഇല്ല. അപ്പൊ ചിലർ ഇങ്ങനെ വെക്കൂടെ, ഇങ്ങനെ അങ്ങ് പോകല്ല, ഇങ്ങനെ പോകത്തുള്ളൂ, ഒരു ഡയറക്ഷനിൽ കൂടെ പോകത്തുള്ളൂ. ഞാൻ പൊളാരിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. ബട്ട് എനിവേ there will be no conductivity. Now പതുക്കെ പതുക്കെ അയണൈസേഷൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാമ റേസോ ആൽഫ റേസോ ഒക്കെ ഇതിനകത്തേക്ക് വരുന്നു. വാട്ട് ഹാപ്പൻസ്? Ionization, when gamma rays or any radioactive rays interact with inert gases, it will ionize them. ഇതിന് ചാർജ് കൊടുക്കും, എനർജി കൊടുക്കും. Once they are ionized, വോൾട്ട് മീറ്ററിൽ റീഡിംഗ് വരും. അതായത് അയണൈസേഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ട് ഡിവൈസുകളുണ്ട്. ഒന്ന് ജിഗർ മുള്ളർ കൗണ്ടറും കൗണ്ടറും, രണ്ട് അയണൈസേഷൻ ചേംബറും. നോട്ട് സിൻഡലേഷൻ, അയണൈസേഷൻ ചേംബർ. ഈ രണ്ട് ഇൻസ്ട്രുമെന്റുകളാണ് ബേസ്ഡ് അപ്പോൺ വാട്ട് അയണൈസേഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുള്ളത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസ് ഉള്ള ഒരു ചേംബർ ആണ്. ഞാൻ തീർത്തിട്ടില്ല. ഇനേർട്ട് ഗ്യാസുകളുള്ള ഒരു ചേംബർ ആണ് നമുക്കുള്ളത്. ഇനേർട്ട് ഗ്യാസുകളുള്ള ഒരു ചേംബർ, അത് ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു, അതൊരു വോൾട്ട് മീറ്ററുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇൻ ആബ്സെൻസ് ഓഫ് റേഡിയേഷൻ, ഇലക്ട്രിസിറ്റി ഈ ഗ്യാസുകളിൽ കൂടി, ഇനേർട്ട് ഗ്യാസുകളിൽ കൂടി കണ്ടക്ട് ചെയ്യില്ല ഇൻ ആബ്സെൻസ് ഓഫ് റേഡിയേഷൻ. ബട്ട് എപ്പോഴെങ്കിലും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ റേസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ അയണൈസ് ദി ഗ്യാസസ്. ഗ്യാസിനെ ഇത് അയണൈസ് ചെയ്യുകയും നൗ ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അയണൈസേഷൻ. ഗ്യാസിന്റെ അയണൈസേഷനിലൂടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അയണൈസേഷൻ ചേംബർ. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് യു അയണൈസേഷൻ, ബട്ട് യു ഹാവ് ടു മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് എക്സാമ്പിൾസ് ഓഫ് അയണൈസേഷൻ. അയണൈസേഷൻ പ്രോപ്പർട്ടിയുടെ ഡിറ്റക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് ആണ് ജിഗർ മുള്ളർ കൗണ്ടറും അയണൈസേഷൻ ചേംബറും. സോ നോട്ട് ദാറ്റ് ജിഗർ മുള്ളർ കൗണ്ടർ ആൻഡ് അയണൈസേഷൻ ചേംബർ based upon ionization of gases by radioactive rays. അപ്പൊ ചോദിക്കാം, what is the principle of ജിഗർ മുള്ളർ കൗണ്ടർ? ഓപ്ഷൻ എ autoradiography, option B scintillation, option C ionization of gases, and option D none of the above. What will be your answer? What is the principle of ജിഗർ മുള്ളർ counter? It is ionization of gases, and that's how questions comes. Okay, അയണൈസേഷൻ ഓഫ് ഗ്യാസസ് എന്താണെന്ന് നിങ്ങൾ മൊത്തം പഠിച്ചില്ലെങ്കിൽ പോലും ജിഗർ മുള്ളർ കൗണ്ടറിന്റെയും അയണൈസേഷൻ ചേംബറിന്റെയും പ്രിൻസിപ്പൽ അയണൈസേഷൻ ഓഫ് ഗ്യാസസ് ബൈ റേഡിയോ ആക്റ്റീവ് റേസ് എന്ന് മാത്രം മൈൻഡിലേക്ക് കൊണ്ടുവരിക. നല്ലൊരു കൗണ്ടറാണ് ഇവ രണ്ടും. പക്ഷെ ഇവയുടെ പ്രത്യേകത, ഈ രണ്ട് കൗണ്ടറും ജിഗർ മുള്ളർ കൗണ്ടർ ആണ് യൂഷ്വലി റേഡിയോ ആക്റ്റീവ് ലീക്കേജ് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റേഡിയോ ആക്റ്റീവ് ലീക്കേജ് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടർ ആണ് ജിഗർ മുള്ളർ കൗണ്ടർ. ദാറ്റ് ഈസ് എൻവയോൺമെന്റിലേക്ക് റേഡിയോ ആക്ടിവിറ്റി പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജിഗർ മുള്ളർ കൗണ്ടർ. അപ്പൊ ചോദിക്കാം, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ലീക്കേജ് ഇൻ ടു എൻവയോൺമെന്റ്? ജിഗർ മുള്ളർ കൗണ്ടർ, ഓട്ടോ റേഡിയോഗ്രാഫി, സോളിഡ് സിൻഡലേഷൻ ക്രിസ്റ്റൽ, ലിക്വിഡ് സിൻഡലേഷൻ ക്രിസ്റ്റൽ. ഓപ്ഷൻ എ ജിഗർ മുള്ളർ കൗണ്ടർ. സോ ദിസ് ഈസ് അബൌട്ട് ദി ഫസ്റ്റ് തിങ്. ഡു യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ? Clear? Okay. Now, next one. ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത്. ലാബില് ഏത് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? ലാബിൽ, അതായത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ലാബിൽ നമ്മൾ അയണൈസേഷൻ ചേംബർ എന്നല്ല യൂസ് ചെയ്യുന്നത്. വി യൂസ് സിൻറ്റലേഷൻ ഡിറ്റക്ടേഴ്സ്. സോ അത് തന്നെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്, സിൻറ്റലേഷൻ ഡിറ്റക്ടർ. സോ വാട്ട് യു മീൻ ബൈ സിൻറ്റലേഷൻ ഡിറ്റക്ടർ? സിൻറ്റലേഷൻ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ
അവയെ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. യൂഷ്വലി അതിന് സ്മെല്ലില്ല ആൻഡ് ടേസ്റ്റ് ചിലപ്പോൾ മെറ്റാലിക് ടേസ്റ്റ് ചെറുതായിട്ട് കാണും. ബട്ട് എനിവേ ഇതൊന്നുമില്ല. ഈ റേഡിയേഷൻ സിഗ്നലുകളെ നമുക്ക് കാണാൻ കഴിയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വർണ്ണരാജികളാക്കി മാറ്റുക എന്ന് കവിഹൃദയം പറയും. ബട്ട് ഞാൻ പറയുന്നു ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പച്ച, നീല, മഞ്ഞ, മെയിൻലി ബ്ലൂ കളറാക്കി മാറ്റുന്ന പ്രക്രിയയാണ് scintillation detector. A scintillation device or a scintillation detector initially convert electromagnetic rays into, radiation waves into visible spectrum of light like blue. So, രണ്ടാമത്തെ ചോദ്യം, സിൻഡലേഷൻ ഡിറ്റക്ടറുകൾക്ക് എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? സിൻഡലേഷൻ ക്രിസ്റ്റലിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സോഡിയം iodide. സോഡിയം അയോഡൈഡിന്റെ ക്രിസ്റ്റലിലേക്ക്, സോ ഇഫ് യു ഹാവ് എ ക്രിസ്റ്റൽ ഓഫ് സോഡിയം അയോഡൈഡ്, അതിലേക്ക് റേഡിയോ ആക്റ്റീവ് വേവ്സ്, അത് ഗാമ ആകട്ടെ ആൽഫ ആകട്ടെ, വന്ന് ഇടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ് ബ്ലൂ ലൈറ്റ്. ഈ ബ്ലൂ ലൈറ്റിനെ പിന്നെ നമുക്ക് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് വെച്ച് ആംപ്ലിഫൈ ചെയ്ത് കൺവേർട്ട് ഒക്കെ ചെയ്യാം. ബട്ട് എനിവേ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സിൻഡലേഷൻ ക്രിസ്റ്റൽ? ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാനായിട്ട്. Which of the following is correct regarding scintillation crystal and scintillation detector? Option A, convert radiation into electricity, convert radiation into UV light, convert radiation into visible spectrum of light, convert radiation into heat energy. What is the function of, what is scintillation crystal ne sambandhichu true aayittulladu? Scintillation crystal convert radiation into visible spectrum of light like blue. Okay. അപ്പൊ ഈ സിൻഡലേഷൻ ഡിറ്റക്ടറിന്റെ സോളിഡ് സിൻഡലേഷൻ ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ ഈ കണ്ടത് സോഡിയം അയോഡൈഡ്. ലിക്വിഡ് സിൻഡലേഷൻ ക്രിസ്റ്റലുകൾ കൂടി ഇപ്പൊ അവൈലബിൾ ആണ്. ലിക്വിഡ് സിൻഡലേഷൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചറുകളുടെ ഒരു കോമ്പൗണ്ടുകളാണ്. നമ്മളിത് കോമൺ ആയിട്ട് പേരുകളൊന്നും അധികം പഠിക്കാറില്ല. സോ ബെൻസീൻ കോമ്പൗണ്ടുകളാണ്. എന്താണ് ലിക്വിഡ് സിൻഡലേഷൻ ക്രിസ്റ്റലുകളുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം. സോളിഡ് സിൻഡലേഷൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയാക്ഷൻ നടക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ലാബില് RIA നടക്കുകയാണ്. ഓക്കെ, RIA നടക്കുകയാണ്. ട്യൂബിനകത്താണ് RIA നടക്കുന്നത്. ഈ ട്യൂബിൽ നിന്നും പുറത്തു വരുന്നത് ഏത് റേസ് ആയിരിക്കും? ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, ഗാമയുണ്ട്. ഈ ട്യൂബിൽ നിന്നും പുറത്തു വരുന്നത് ഏത് റേ ആയിരിക്കും? കൂടുതലായിട്ട് പുറത്തു വരുന്നത് ഏത് റേ ആയിരിക്കും? ട്യൂബിനെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഏത് റേ ആയിരിക്കും? യൂഷ്വലി ഗാമ റേ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ഈ പുറത്തേക്ക് വരുന്ന ഗാമ റേസിനെ മാത്രമേ സോളിഡ് സിൻഡലേഷൻ ക്രിസ്റ്റലിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ലിക്വിഡ് സിൻഡലേഷൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓൾറെഡി ട്യൂബിനകത്ത് കിടക്കുക, ട്യൂബിനകത്ത് തന്നെ ഇവനെ ആഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷർമെന്റ് പോസിബിൾ ആണ്. സോ സംബഡി ഈസ് ആസ്കിങ് യു, ആകെ ഇവിടെ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. സംബഡി ഈസ് ആസ്കിങ് യു വിച്ച് വൺ ഈസ് ബെറ്റർ, ലിക്വിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ ആണോ സോളിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ ആണോ ഐഡിയൽ ഓർ മോർ സെൻസിറ്റീവ്? വാട്ട് വിൽ ബി യുവർ ആൻസർ? ലിക്വിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ. അപ്പൊ അതുപോലെ ചോദിക്കാം, all the following is true regarding radiation detector. Option A, sodium iodide is a scintillation detector. Ionization of gases used for radioactivity determination of environment. Then which of the following is true except liquid scintillation detector are less sensitive compared to solid scintillation detector. Option D, none of the above. ഇതിൽ ഏതായിരുന്നു ഫാൾസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആയിരുന്നു ഫാൾസ് ആയിട്ടുള്ളത്. ഓൾവേസ് സേ ലിക്വിഡ് സിൻഡലേഷൻ ഡിറ്റക്ടേഴ്സ് ആർ ബെറ്റർ ദാൻ സോളിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ ബിക്കോസ് ട്യൂബിനകത്തേക്ക് നമുക്ക് ഇവയെ ആഡ് ചെയ്യാനായിട്ട് കഴിയും. വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ട് റിയാക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യാനും കഴിയും. സോ ഒന്നുകൂടി, സിൻഡലേഷൻ ഡിറ്റക്ടേഴ്സ്. Scintillation detectors convert radiation into visible spectrum of light. Examples, solid scintillation detector, which is sodium iodide, which convert radiation into what? Blue light. 400 nanometer blue light like convert it. Now, other one is liquid scintillation detector, usually benzene compound. Advantage of liquid scintillation detector, we can add directly into the tube, so more sensitive. And now, scintillation detectors always coupled with the photo multiplier tube. അതെന്താണെന്ന് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഈ
ലൈറ്റിനെ പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ സിൻഡലേഷൻ ഡിറ്റക്ടേഴ്സ് കംപ്ലീറ്റ് ആകുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് കൂടി വയ്ക്കുമ്പോഴാണ്. സോ ഇത്രയുമാണ് സിൻഡലേഷൻ ഡിറ്റക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? Any doubts or clear? Now the last part for today, കാരണം നമുക്ക് കുറെ അധികം സമയമായി, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോറാകും. സോ സിൻഡലേഷൻ ഡിറ്റക്ടർ വൺ മോർ ടൈം സമ്മറൈസിങ്. സോ ഒരാൾ ഒന്നുകൂടി പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താലേ അയാളെ. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആൻഡ് ത്രൂ ദാറ്റ് വി ക്യാൻ സമ്മറൈസ് ദാറ്റ്. സോ എ സിൻഡലേഷൻ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് റേഡിയേഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സിൻഡലേഷൻ ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിൻഡലേഷൻ ഡിറ്റക്ടർ കൺവേർട്സ് റേഡിയോ ആക്റ്റീവ് വേവ്സ് ഇൻടു ഡാഷ്. റേഡിയോ ആക്റ്റീവ് വേവുകളെ സിൻഡലേഷൻ ക്രിസ്റ്റൽസ് വിസിബിൾ സ്പെക്ട്രം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് മാറ്റുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഫോർ സോളിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ? സോളിഡ് സിൻഡലേഷൻ ഡിറ്റക്ടറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോഡിയം അയഡൈഡ് ആണ് സോളിഡ് സിൻഡലേഷൻ ക്രിസ്റ്റലിന് എക്സാമ്പിൾ. എന്താണ് സോഡിയം അയഡൈഡ് ചെയ്യുന്നത്? വിച്ച് കളർ ലൈറ്റ് ഈസ് ജനറേറ്റഡ് ബൈ സോഡിയം അയഡൈഡ്? ബ്ലൂ, 400 അല്ലെങ്കിൽ 410 നാനോമീറ്റർ. നൗ ലിക്വിഡ് സിൻഡലേഷൻ ഡിറ്റക്ടറിന്റെ പ്രത്യേകത എന്താണ്? വി ക്യാൻ ആഡ് ദാറ്റ് ഡയറക്ട്ലി ഇൻ ടു ദി ട്യൂബ്. സോളിഡ് പറ്റത്തില്ല, അത് അങ്ങനെ ട്യൂബിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേസിനെ മാത്രമേ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്യൂബിനകത്തുണ്ടാകുന്ന ഒന്നിനെയും പറ്റത്തില്ല. സോ ബെൻസീൻ കോമ്പൗണ്ടുകളായിട്ടുള്ള നമ്മുടെ ലിക്വിഡ് സിൻഡലേഷൻ ഡിറ്റക്ടർ ക്യാൻ, ഇതേ സെയിം തന്നെയാണ്, ബ്ലൂ കളർ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, നോ പ്രോബ്ലംസ്. സോ ക്യാൻ ജനറേറ്റ് കളർ ഇൻസൈഡ് ദി ട്യൂബ്. സോ ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ആൻഡ് എഫിഷ്യന്റ്. That is the advantage of scintillation detector. Now the last point, to increase this efficiency of scintillation detector, which is always coupled with the dash, photo multiplier tube ആയിട്ട് കപ്പിൾ ചെയ്യുന്നു. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഈ പുറത്തു വരുന്ന ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. That's all about scintillation detector. Clear? Now the last part, that is auto radiography. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുമ്പോൾ എക്സ്റേ ഫിലിംസ് ഉപയോഗിച്ചുകൊണ്ട് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. An auto radiography uses X-ray film or photographic plates for determination of radiation. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലോട്ടിംഗ് ടെക്നിക്കിലാണ്, എക്സ്പെഷ്യലി സതേൺ ബ്ലോട്ടിങ്ങിൽ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം വേണമെങ്കിൽ വിച്ച് റേഡിയോ ആക്റ്റീവ് ഡിറ്റക്ഷൻ ടെക്നിക്. അപ്പൊ ആക്ച്വലി ബ്ലോട്ടിങ്ങിന് ഇപ്പൊ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസസ്. സോ ഈ പണ്ട് കാലങ്ങളിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലും വളരെ കുറച്ച് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പണ്ട് വളരെ സെൻസിറ്റീവ് ആയിരുന്ന ഒരു മെത്തേഡാണ്. സോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, വിച്ച് റേഡിയോ ഐസോടോപ്പ് ഡിറ്റക്ഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോ റേഡിയോഗ്രാഫി? സോറി, ബ്ലോട്ടിംഗ് ടെക്നിക്. അവിടെ സിൻഡലേഷൻ ഉണ്ടാകും, അവിടെ അയണൈസേഷൻ ഉണ്ടാകും, ബട്ട് ദ ആൻസർ ഈസ് ഓട്ടോ റേഡിയോഗ്രാഫി. ബ്ലോട്ടിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഫോറോസിസ്, പ്രോട്ടീൻ ഇലക്ട്രോഫോറോസിസ്, നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ ലേബൽ ചെയ്തിട്ടുള്ള ആന്റിബോഡീസ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോഫോറോസിലെ പ്രോട്ടീൻസ് ഡിറ്റർമിൻ ചെയ്യാന്ന് വിചാരിക്കുക. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോ റേഡിയോഗ്രാഫിയാണ്. സോ ഓട്ടോ റേഡിയോഗ്രാഫി ഈസ് ദി ഡിറ്റർമിനേഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി യൂസിങ് എക്സ്റേ ഫിലിംസ്. Question number 2, ഏതൊക്കെ അവസരങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ സതേൺ ബ്ലോട്ടിംഗ്. സോ വിച്ച് റേഡിയേഷൻ ഡിറ്റക്ഷൻ ടെക്നിക് യൂസ്ഡ് ഇൻ സതേൺ ബ്ലോട്ടിംഗ്? ആൻസർ ഈസ് ഓട്ടോ റേഡിയോഗ്രാഫി. സോ is that clear? That's the end of detection and measurement of radioactivity. Is that clear? So now currently നമുക്ക് ഈ ഒരു സ്റ്റഡി സെഷൻ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൂടുതൽ ഇങ്ങനെ കുത്തിരുന്ന് കാണാപ്പാടം പഠിക്കേണ്ട
അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി എല്ലാവർക്കും കുറവായിരിക്കും. ഇനി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. ഒന്ന് ഹാഫ് ലൈഫ്. ആ ഹാഫ് ലൈഫ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഫ്രഷ് മൈൻഡഡ്, ബിക്കോസ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊന്നും അല്ല. അവസാനം നിങ്ങൾ അവിടെ x/2 എന്നൊക്കെ വരച്ചുകൊണ്ടിരിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാഫ് ലൈഫ് മാറ്റി വെച്ചത്. സോ ഇനി ഹാഫ് ലൈഫും ഡിസ്പോസൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒരു സെഷനിലേക്ക് വരുന്നത്. സോ എനി ഫീഡ്ബാക്സ് യു ക്യാൻ ആസ്ക്, ദി സ്പീഡ്, ദി മോഡ് ഓഫ് ടീച്ചിങ്, എനിത്തിങ് യു ക്യാൻ ആസ്ക്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം ഫോർ അപ്കമിങ് ക്ലാസ്സസ്. സോ ആൻഡ് ഓൾസോ യുവർ ഡൗട്ട്സ്. സോ അതിനുള്ള ടൈമാണ് ഇവിടെ. താങ്ക് യു ഒക്കെ പറഞ്ഞ് പോകുന്നു. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? കൃഷ്ണി മുബാരക്കിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഇതിൽ മറ്റേ ഡോറ ബുജിയെ പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി. ഓക്കെ, എനിവേ, cyclotron is a device that is used to generate radioactive isotope artificially. ആർട്ടിഫിഷ്യൽ ആയിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നീക്കാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അവിടെ ഒരു എലമെന്റിനെ ഇലക്ട്രോമാഗ്നറ്റിക് കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്പീഡ് കൂട്ടി, വെലോസിറ്റി കൂട്ടി ഒരൊറ്റ അതിന്റെ നാച്ചുറൽ ആയിട്ട് റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഒരു എലമെന്റിന്റെ സെന്ററിൽ കൊണ്ടുപോയി ഇടിപ്പിക്കും, ന്യൂക്ലിയസിൽ കൊണ്ടുപോയി ഇടിപ്പിക്കും. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓൺലി തിങ്, വിച്ച് എലമെന്റ് യൂസ്ഡ് ടു ജനറേറ്റ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്നായിരിക്കാം. അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ ആര് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് സൈക്ലോട്രോൺ. So any doubts? Any suggestions? Nothing? Anything? So നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ദാറ്റ് വിൽ ബി ഓൺ 24 or 27 ഒക്കെ ആണെന്ന് തോന്നുന്നു. ആ സമയത്തിന്റെ ബാക്കി കാണാം. ഓക്കെ, ഓവർ. ഹോസ്റ്റ്